അപ്പോൾ നമ്മുടെ JMAൻ്റെ സോ 2026 ജാനുവരി സെഷൻ ഇപ്പോൾ 21st ജാനുവരി 21st അതിൻ്റെ ഈവനിങ് സെഷൻ്റെ ഈവനിങ് 21st ഈവനിങ്ങിൻ്റെ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ two identical metallic spheres of radius r, each having charge q and mass m. The centers have an initial separation for r. Both the spheres are given an initial speed of u towards each other. The minimum value of u so that they can just touch each other. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ രണ്ട് സ്ഫിയേഴ്സ്, അപ്പോൾ രണ്ടിൻ്റെ റേഡിയസ് ആർ, അപ്പോൾ രണ്ടിനും ഇനീഷ്യലി ഇപ്പോൾ അവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ 4r ആയിരുന്നു. ഇപ്പോൾ സെപ്പറേഷൻ ഇനീഷ്യൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം ഈസ് 4r. രണ്ടിനും സ്പീഡ് യു കൊടുത്തു, ഇങ്ങോട്ടേക്ക് ദേ ആർ മൂവിങ് ടുവേഴ്സ് ഈച്ച് അതർ വിത്ത് സ്പീഡ് യു. ഇപ്പോൾ രണ്ടിൻ്റെ മാസ് എം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ എനർജി അപ്പോൾ ടോട്ടൽ, അപ്പോൾ ഇത് സിനാരിയോ 1 എടുക്കാം. അപ്പോൾ ഇനീഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇവരുടെ ഇനീഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ എനർജി, അപ്പോൾ രണ്ട് സ്ഫിയറിനും ചാർജ് ക്യൂ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി 1, ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ രണ്ടിനും സ്പീഡ് ഉണ്ട്, സോ ഹാഫ് ഇൻറ്റു, സോ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു എം യു സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി. പിന്നെ രണ്ട് സെയിം ചാർജ് അല്ല, രണ്ടിനും സെയിം ചാർജാണ്, ഈച്ച് ഹാവിങ് ചാർജ് ക്യൂ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ അവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ 4r മൈനസ് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടെ എടുക്കണം, കാരണം ജിയുടെ വാല്യൂ ഇവിടെ വരുന്നുണ്ട്. ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ നെഗറ്റീവ് ജി ഇൻറ്റു എം സ്ക്വയർ, ബൈ 4r വരും. കാരണം ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അപ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് വരും. അപ്പോൾ അതാണ് ടോട്ടൽ എനർജി 1. ആൻഡ് ദേ ടച്ച് ഈച്ചത്, അപ്പോൾ ഇത് രണ്ടുപേരോടും ദേ ടച്ച് ഈച്ചത്, അപ്പോൾ രണ്ട് സ്ഫിയറും കൂടെ ദേ ജസ്റ്റ് ടച്ച് ഈച്ചത്. ഇവിടെ നോക്കുക, അപ്പോൾ ഇവരുടെ സെൻറ്റർ ടു സെൻറ്റർ സെപ്പറേഷൻ വരുമ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ് റേഡിയസ് r വരും. ഇവരുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് r വരും. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് r. അപ്പോൾ ജസ്റ്റ് ടച്ച് ഈച്ചത്, കാരണം ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റിപ്പൾഷൻ ഉണ്ട്, പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വാട്ട് ഈസ് ദ മിനിമം വെലോസിറ്റി, സോ ദാറ്റ് അപ്പോൾ വി ഫൈനൽ വെലോസിറ്റി, രണ്ടും ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ വി ഫൈനൽ 0 ആയിട്ട് എടുക്കാം. രണ്ടിൻ്റെ ഫൈനൽ വെലോസിറ്റി 0. ഇതാണ് നമ്മുടെ സിനാരിയോ 2. ഇത് സിനാരിയോ 2. അപ്പോൾ ഈ സമയത്ത് ടോട്ടൽ എനർജി അറ്റ് 2, സോ ടോട്ടൽ എനർജി അറ്റ് 2 ഈസ് ഈക്വൽ ടു സോ T2 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് T2 എന്ന് പറയുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. കൈനറ്റിക് എനർജി ജസ്റ്റ് 0, കാരണം നമ്മൾ കൊടുക്കുന്ന മിനിമം വെലോസിറ്റി സോ ദാറ്റ് ദേ വിൽ ടച്ച് ഈച്ച് അതർ. പ്ലസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി K ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2r ആൻഡ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി G ഇൻറ്റു എം സ്ക്വയർ ബൈ 2r വരും. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ T1 ഈസ് ഈക്വൽ ടു T2, രണ്ട് എനർജിയും കൂടെ ഇക്വേറ്റ് ചെയ്യുക, T1 ഈസ് ഈക്വൽ ടു T2. സോ T1 ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് 2, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ എം യു സ്ക്വയർ പ്ലസ് കെ ക്യൂ സ്ക്വയർ ബൈ 4r മൈനസ് ജി എം സ്ക്വയർ ബൈ 4r ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ 2r മൈനസ് ജി എം സ്ക്വയർ ബൈ 2r വരും. ഇവിടെ നോക്കുക, സോ ഇവിടെ നമുക്ക് എം സ്ക്വയർ, സോ എം യു സ്ക്വയർ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിങ്ങോട്ടേക്ക് പോകുമ്പോൾ കെ ക്യൂ സ്ക്വയർ ബൈ 2r മൈനസ് കെ ക്യൂ സ്ക്വയർ ബൈ 4r പ്ലസ് ജി എം സ്ക്വയർ ബൈ 4r മൈനസ് ജി എം സ്ക്വയർ ബൈ 2r വരും. ഇവിടെ എടുക്കുമ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ ക്യൂ സ്ക്വയറിൻ്റെ ടൈംസ് ഇവിടെ 2r, ഇവിടെ 4r വരും. 4r എടുക്കുമ്പോൾ ഇവിടെ 2k സ്ക്വയർ വരും, സോ 2k ക്യൂ സ്ക്വയർ വരും. ഇവിടെ പ്ലസ് എടുക്കുകയാണെങ്കിൽ 4r, ഇവിടെ ജി എം സ്ക്വയർ മൈനസ് 2g എം സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ 2k ക്യൂ സ്ക്വയർ ബൈ 4r, സോറി 2k ക്യൂ സ്ക്വയർ, സോറി ഇവിടെ -1 ഉണ്ട്, സോ മിസ്റ്റേക്കാണ്. 2k ക്യൂ സ്ക്വയർ മൈനസ് കെ ക്യൂ സ്ക്വയർ വരും, കെ ക്യൂ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ കെ ക്യൂ സ്ക്വയർ ബൈ 4r ജി എം സ്ക്വയർ ബൈ 4r വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കുക, ഇവിടെ ജി എം സ്ക്വയർ ബൈ, സോ ഇവിടെ ഈക്വേഷൻ, സോ എം യു സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ 4r നമുക്ക് പുറത്തെടുക്കാം, സോ 4r 1/4r
ഇൻറ്റു കെ ക്യൂ സ്ക്വയർ മൈനസ് ജി എം സ്ക്വയർ വരും. അപ്പോൾ യു സ്ക്വയർ ഈസ് ഈക്വൽ സോ 1/4 RM ഇൻറ്റു കെ ക്യൂ സ്ക്വയർ മൈനസ് ജി എം സ്ക്വയർ വരും. ഇതാണ് യു സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വരും. ഇപ്പോൾ നമ്മുടെ ടേംസ് ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ ഒരു കെ ക്യൂ സ്ക്വയർ ഇവിടെ ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മളിങ്ങനെ എഴുതുമ്പോൾ സോ കെ ക്യൂ സ്ക്വയർ ബൈ 4MR ഇൻറ്റു 1 മൈനസ് ജി എം സ്ക്വയർ ബൈ കെ ക്യൂ സ്ക്വയർ വരും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് യു ഈസ് ഈക്വൽ ടു സ്പീഡ് യു എന്ന് പറയുമ്പോൾ സ്പീഡ് ഓക്കെ നമ്മൾ കൊടുക്കേണ്ട മിനിമം സ്പീഡ് യു ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ 4MR ഇൻറ്റു 1 മൈനസ് ജി എം സ്ക്വയർ ബൈ കെ ക്യൂ സ്ക്വയർ വരും. സോ ഐ തിങ്ക് ഓപ്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ ഐ തിങ്ക് ഓപ്ഷൻ 1 ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ കെ സ്ക്വയർ റൂട്ട് ഓഫ് കെ ക്യൂ സ്ക്വയർ ബൈ 4MR സ്ക്വയർ റൂട്ട് ഓഫ് കെ ക്യൂ സ്ക്വയർ ബൈ 4MR ടൈംസ് 1 മൈനസ് ജി എം സ്ക്വയർ ബൈ കെ ക്യൂ സ്ക്വയർ. സോ കെ ക്യൂ സ്ക്വയർ ബൈ 4MR ടൈംസ് 1 മൈനസ് ജി എം സ്ക്വയർ ബൈ കെ ക്യൂ സ്ക്വയർ. സോ ആൻസർ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രിൻസിപ്പിൾ ഓക്കെ. സോ ടോട്ടൽ എനർജി കൺസർവേഷൻ ആണ്. അപ്പോൾ ദർ ഇസ് നോ എനർജി ലോസ് ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ സി ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ നോക്കുക ഇവിടെ ഓക്കെ ഇവിടെ ഒരു ഡയോഡ് ഒക്കെ ഉണ്ട്. ഡയോഡ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ 2.5 വോൾട്ട് ഓക്കെ ഇവിടെ 1 ഓം. ഇവിടെ ഒരു കപ്പാസിറ്റർ ഓക്കെ 5 മൈക്രോ ഫാരഡ്. ഇത് 2 ഓം. ഇവിടെ ഇവിടെ നോക്കുക ഈ കപ്പാസിറ്റർ ഓക്കെ 5 മൈക്രോ ഫാരഡ്. ഇത് 2.5 വോൾട്ട് ഓക്കെ. ഇവിടെ നോക്കി ഇത് ഫോർവേഡ് ബയാസ്ഡ്. ഈ ഡയോഡ് നോക്കി ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇത് ഫോർവേഡ് ബയാസ്ഡ്, ഇത് ഫോർവേഡ് ബയാസ് ആണ്. ഇത് റിവേഴ്സ് ആണ്. ഇപ്പോൾ നോക്കി ഇതിൽ കൂടെ നോ കറണ്ട് ആണ്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഓക്കെ ഇതിൽ കൂടെ പോകുന്നത് ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ കറണ്ട് I1 ഇവിടുത്തെ കറണ്ട് I1 0 ആണ്. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I2 0 ആണ്. അപ്പോൾ ഇതിൽ കൂടെ മാത്രമേ കറണ്ട് ഉള്ളൂ. ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഇവിടെ നിന്ന് വരുന്ന കറണ്ട് I, ഇവിടെ നിന്ന് വരുന്ന കറണ്ട് I നേരെ ഇതിൽ കൂടെ പോകും. ഈ കറണ്ട് I നേരെ ഇതിൽ കൂടെ പോകും. സോ ദേ വോണ്ട് ബി എനി കറണ്ട് ഫ്ലോ ത്രൂ ദിസ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിലും ഇല്ല, ഈ ബ്രാഞ്ചിലും ഇല്ല. ഫൈനലി അത് ഇതിൽ കൂടെ പോകും. അപ്പോൾ നോക്കുക അപ്പോൾ കറണ്ട് പോണ ബ്രാഞ്ച് എടുക്കുമ്പോൾ സോ കറണ്ട് പോണ ബ്രാഞ്ച് മാത്രം എടുക്കുമ്പോൾ സോ ഈ ഒരു പാത്തിലൊക്കെ സോ ഇവിടെ ഒരു ഡയോഡ് ഉണ്ട് ഫോർവേഡ് ബയാസ്ഡ് ഓക്കെ. ഇവിടെ ഒരു ഫോർവേഡ് ബയാസ് ഡയോഡ് ഉണ്ട്. അപ്പോൾ ഈ ഫോർവേഡ് ബയാസ് ഡയോഡ് ഉള്ള ആ ബ്രാഞ്ചിൽ മാത്രമേ കറണ്ട് ഉള്ളൂ. ഇവിടെ 1 ഓം വരും, ഇവിടെ 4 ഓം, 1 ഓം, ഇവിടെ 4 ഓം, ഇവിടെ 2.5 വോൾട്ട് വരും. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഫ്ലോ കറണ്ട് I ഈസ് ഈക്വൽ ടു സോ കറണ്ട് I എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2.5 ഡിവൈഡഡ് ബൈ 1 + 4 2.5 ഡിവൈഡഡ് ബൈ 5. സോ കറണ്ട് I ഈസ് ഈക്വൽ ടു 1/2 ആംപിയർ. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഫ്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇതിന് കണ്ടുപിടിക്കേണ്ടത് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് 0 വോൾട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2.5 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 2.5 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2.5 ആയിരിക്കും. ആൻഡ് ഇവിടെ ഡ്രോപ്പ് കാണും. ഇവിടുത്തെ ഡ്രോപ്പ് ഓക്കെ ഇവിടുത്തെ ഡ്രോപ്പ്. ഇപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ V2 എന്ന് എടുക്കാം. അപ്പോൾ V2 എന്ന് പറയുമ്പോൾ നോക്കുക അത് 2.5 മൈനസ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് V2 ആണെങ്കിൽ കാരണം ഇവിടെ ഡ്രോപ്പ് ഒന്നുമില്ല, ഇവിടെ വോൾട്ടേജ് V2 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നോക്കുക ഈ 2.5 മൈനസ് V2 ആണ്. ഇപ്പോൾ 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്ററിലുള്ള ഡ്രോപ്പാണ്. ഞാൻ സർക്യൂട്ട് ഒന്നുകൂടെ വരയ്ക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഞാൻ 0 വോൾട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 2.5, അപ്പോൾ ഇവിടെ 2.5 ആണ്. അപ്പോൾ ഇവിടെ 2.5 കാരണം ഈ പോയിന്റിലും 2.5 ആണ്. ഇവിടെ നോക്കി ഇവിടുത്തെ വോൾട്ടേജ് V2 എന്ന് എടുക്കാം. ഇവിടുത്തെ വോൾട്ടേജ് V2 കാരണം ഇവിടെ V2 ആണ്. കാരണം ഇതിൽ കൂടെ നോ കറണ്ട് ഫ്ലോ ആണ്. കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഒന്നുമില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ ഓക്കെ ഞാൻ ഈ കപ്പാസിറ്റർ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു എൻഡിൽ 2.5 മറ്റേ എൻഡിൽ V2 വരും. അപ്പോൾ 2.5 അതുപോലെ തന്നെയാണ്. ഈ 4 ഓം എടുക്കുകയാണെങ്കിൽ ഈ 4 ഓം എടുക്കുമ്പോൾ ഈ 4 ഓമിന് അതുപോലെ തന്നെയാണ്. ഈ 4 ഓം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ 2.5 വോൾട്ട് ഇവിടെ V2 വരും.
അപ്പോൾ 2.5 മൈനസ് ഓക്കെ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈക്രോ ഫാരഡ്. അപ്പോൾ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു V വരും. C ഇൻറ്റു V എന്ന് പറയുമ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് Q ഈസ് ഈക്വൽ ടു ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ Q ഈസ് ഈക്വൽ ടു C ഇൻറ്റു 5 മൈക്രോ ഫാരഡ് ഇൻറ്റു 2.5 മൈനസ് V2 വരും. ഈ 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ ഇതിവിടെ വന്ന് കറണ്ടായി കണ്ടുപിടിച്ചു. 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ ഇവിടെ 4 Ω. ഇവിടെ നോക്കുക ഇവിടുത്തെ ഈ 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റർ 4 ഓമിലെ ഡ്രോപ്പാണ്. ഈ 2.5 മൈനസ് 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡ്രോപ്പാണ്, ഈ റെസിസ്റ്ററിലെ ഡ്രോപ്പാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഇവിടെ 2.5 ആണ്, ഇവിടെ 2.5, ഇവിടെ 2.5 ആൻഡ് ഇവിടെയും 2.5 ആണ്. ഇവിടെ V2 വരും, ഇവിടെ മൊത്തം V2 ആണ്, ഇവിടെ V2. അപ്പോൾ കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും ഡ്രോപ്പില്ല, ഇവിടെയും V2 വരും. അപ്പോൾ 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ 2.5 മൈനസ് V2 എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 4 Ω ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 4 Ω വരും. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 4 Ω. ആ 4 Ωന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു കറണ്ട് ത്രൂ 4 Ω. 4 ഇൻറ്റു കറണ്ട് ത്രൂ 4 Ω. ആ 4 Ω ഇവിടെ പോകുന്ന കറണ്ട് 1/2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട് വരും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 4 Ω ഈസ് ഈക്വൽ ടു 2 വോൾട്ട് വരും. അപ്പോൾ ചാർജ് സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഇത് 5 മൈക്രോ ഫാരഡ് അല്ലേ. അപ്പോൾ ചാർജ് സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ചാർജ് സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ so Q is equal to C into V, C into voltage drop across voltage across the plates. Voltage across the plate, so Q is equal to C യുടെ value 5 into 10 to the power negative 6 into 2 വരും. So 10 microcoulomb. So that is equal to 10 microcoulomb വരും, 10 microcoulomb. So the answer is 10 microcoulomb. Okay, 10 microcoulomb. So 10 microcoulomb. Answer option 2. Question number 27 ആണ്. Question number 27. Answer option 2 വരും. Okay. Next question number 28. ഇതും current electricity എന്നാണ്. Okay. The total length of the potentiometer wire AB is 50 centimeter. And in the arrangement as shown in the figure, if P is a point where the galvanometer shows 0 reading, then the length AP is. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ ആണ്. 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് യൂണിഫോം ആയിട്ട് എടുക്കാം. റെസിസ്റ്റൻസ് പെർ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. റെസിസ്റ്റൻസ് പെർ ലെങ്ത് ഈസ് കോൺസ്റ്റൻറ്റ്. റെസിസ്റ്റൻസ് പെർ ലെങ്ത് ഈസ് ഈക്വൽ ടു ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എടുക്കാം. ലാംഡ ഈസ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ദർ ഇസ് നോ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബാലൻസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കണ്ടീഷനായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടുത്തെ ബാലൻസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അതായത് കറണ്ട് ത്രൂ ഗാൽവനോമീറ്റർ. സോ ഐ ജി current through galvanometer is equal to 0. That means 6 by resistance across AP is equal to 4 by resistance across PB വരും. resistance across PB. അപ്പോൾ നോക്കുക resistance across AP is equal to that is lambda into resistance per unit length into length of AP വരും. length of AP. Okay, resistance of PB is equal to lambda into length of PB വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 6 by lambda into length of AP is equal to 4 by lambda into length of PB വരും. അപ്പോൾ ഇവിടെ നോക്കുക ലാംഡ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ലെങ്ത് ഓഫ് എ ബി ലെങ്ത് ഓഫ് പി ബി to length of AP that is equal to 4 by 6 that is equal to 2 by 3 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ലെങ്ത് ഓഫ് പി ബി ലെങ്ത് ഓഫ് പി ബി ഈസ് ടു ലെങ്ത് ഓഫ് എ പി ഈസ് ഈക്വൽ ടു 2:3. നമുക്കിങ്ങനെ 2L/3L എന്ന് എഴുതാം. ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത്
So total length LAB is equal to length LAB is equal to LAP plus LPB വരും. That is equal to 2L plus 3L is equal to 50 centimeter. That means 5L is equal to 50 centimeter. Then L is equal to 10 centimeter വരും. L is equal to 10 centimeter. Then the length കണ്ടുപിടിക്കേണ്ടേ the length AP ആണ്. LAP is equal to length AP is equal to length AP that is equal to 3L ആണ്. That is equal to 3L വരും. കാരണം PB LPB is to LAP 2:3. അപ്പോൾ ഒന്നിന് ഞാൻ ഇതിന് 2L എന്ന് കൊടുക്കും, മറ്റേത് 3L വരും. അപ്പോൾ ലെങ്ത് AP is equal to 3L, that is equal to 3 into 10, 30 centimeter. So length AP is equal to 30 centimeter. So answer option 2. So question number 28, answer option 2 ആണ്. Okay. Next question number 29. Okay. A capacitor is charged fully with a potential difference V0 and is disconnected from the battery. The charge capacitor is connected across an inductor having inductance L. In t second, 25% of the initial energy of in the capacitor is transferred to the inductor. Okay, so the value of T is. So ഇവിടെ ഒരു കപ്പാസിറ്ററും ഇൻഡക്ടറുള്ള ഒരു സർക്യൂട്ട് ആണ്. അപ്പോൾ T is equal to 0. അപ്പോൾ എനർജി stored in the capacitor is equal to maximum ആണ്. That is equal to at T is equal to 0, capacitor fully charged. So capacitor fully charged ആണ്. Capacitor fully charged. അപ്പോൾ initial energy, okay, so അതിൻ്റെ initial energy, so energy at so T is equal to 0, so U1 is equal to U0 is equal to 1 by 2 into 1 by 2 into 1 by 2 into, so Q0 square by 2C by, okay, Q0 square by 2C എന്ന് എഴുതാം, Q0 square by 2C. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇതൊരു LC ഓസിലേഷൻ, ഒരു LC ഓസിലേഷൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ LC ഓസിലേഷൻ ഇക്വേഷൻ വരുമ്പോൾ LC ഓസിലേഷൻ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് C, ഇതിൻ്റെ ഇൻഡക്റ്റൻസ് L ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, കാരണം ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ കാരണം സോ Q by C, so Q by C plus L into di by dt is equal to 0. നമ്മൾ എടുക്കുമ്പോൾ so Q by C plus L into d square Q by dt square is equal to 0. d square Q by dt square is equal to 0 ആണ്. d square Q by dt square is equal to 0. അപ്പോൾ d square, okay, so d square Q by dt square is equal to, so negative Q by C into L ഇവിടെ വരും LC വരും. അപ്പോൾ d square Q, so d square Q by dt square is equal to, so negative 1 by LC into negative 1 by LC into Q വരും. അപ്പോൾ നമ്മുടെ ഇത് ഇക്വേഷൻ, നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് Q is equal to so Q0 into, അത് സോൾവ് ചെയ്യുമ്പോൾ Q is equal to so Q0 into, ഓക്കെ, സൈൻ അല്ലെങ്കിൽ കോസ്, ഓക്കെ, നമുക്ക് കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. കോസ് ഒമേഗ ടി പ്ലസ് 5 നമ്മുടെ ഈ ഓസിലേഷൻ SHമിൻ്റെ അതേ ഇക്വേഷൻ തന്നെ വരും. Q is equal to Q0 into കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. ആൻഡ് ഇവിടുത്തെ ഒമേഗ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് d സ്ക്വയർ Q by dt സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ നെഗറ്റീവ് ഒമേഗ സ്ക്വയർ Q എന്ന് വരും. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 1 by സ്ക്വയർ റൂട്ട് ഓഫ് LC വരും. 1 by സ്ക്വയർ റൂട്ട് ഓഫ് LC വരും, ദാറ്റ് ഈസ് ഒമേഗ. ഇവിടെ നോക്കുക നമ്മുടെ ഇക്വേഷൻ, അപ്പോൾ ഇവിടെ നോക്കുക ഇതിൻ്റെ ഇനീഷ്യൽ ചാർജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു Q0 ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കൊടുക്കാം. അപ്പോൾ T ഈസ് ഈക്വൽ ടു 0, ഇറ്റ് ഈസ് ഫുള്ളി ചാർജ്ഡ് ആണ്. Q ഈസ് ഈക്വൽ ടു Q0 ആണ്. T ഈസ് ഈക്വൽ ടു 0, Q ഈസ് ഈക്വൽ ടു Q0. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ Q ഈസ് ഈക്വൽ ടു, സോ T ഈസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ Q ഈസ് ഈക്വൽ ടു Q0, സോ Q0 ഈസ് ഈക്വൽ ടു Q0 കോസ് ഒമേഗ ഇൻറ്റു 0 പ്ലസ് 5 വരും. ദാറ്റ് മീൻസ് Q0 ഈസ് ഈക്വൽ ടു Q ഇൻറ്റു കോസ് 5 വരും. ദാറ്റ് മീൻസ് 5 ഷുഡ് ബി, സോ കോസ് 5 ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. സോ 5 ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, അപ്പോൾ ഇതിൻ്റെ LC ഓസിലേഷൻ്റെ ആ ചാർജിൻ്റെ ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു, സോ Q0 ഇൻറ്റു കോസ് ഒമേഗ ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ LC ഓസിലേഷൻ, അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ, ഓക്കെ, നമുക്ക് അതിൻ്റെ ചാർജ് അറ്റ് എനി ടൈം അതിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ L കപ്പാസിറ്റൻസ് C, Q ഈസ് ഈക്വൽ ടു, സോ Q0 ഇൻറ്റു കോസ് ഒമേഗ ടി വരും. ഇനി നമുക്കിവിടെ കണ്ടീഷനിലോട്ട് പോകാം. നമ്മുടെ കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്,
അതായത് ഓക്കെ സോ in T is equal to in T second 25% of the initial energy the capacitor is transferred to the inductor. അപ്പോൾ ടി ടൈമിൽ ടൈം ടി is equal to ടി ആ ടി കണ്ടുപിടിക്കണം at t so at t is equal to t second so 25% of the energy is transferred to the capacitor. അപ്പോൾ energy remaining so energy remaining with the 25% of the energy is transferred to the inductor. So energy remaining with that okay energy remaining with okay so inductor capacitor is equal to അപ്പോൾ ഇതിൻ്റെ 25% ഓഫ് എനർജി is transferred to inductor. എനർജി റിമൈനിങ് വിത്ത് കപ്പാസിറ്റർ is equal to so അതിൻ്റെ 3/4 ആണ് 75% ഓഫ് യു നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 3/4 ഓഫ് യു നോട്ട് വരും 3/4 ഓഫ് യു നോട്ട്. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എനർജി സോ യു അറ്റ് ടി is equal to അപ്പോൾ അത് ക്യൂ സ്ക്വയർ ബൈ 2c energy at time t is equal to q at t square okay q at t square by 2c that is equal to 3/4 into u naught വരും so q t square by 2c is equal to so 3/4 into 1/2 into q naught square by c. ഇവിടെ നോക്കുക ഇവിടെ 1/2 so 1/2c ക്യാൻസൽ ആയി പോകും and qt so qt is equal to so square root എടുക്കുക qt is equal to so square root of 3/2 into q naught വരും. അപ്പോൾ ടി is equal to so t is equal to t second and q t is equal to charge in the capacitor is equal to 3/2 into q naught വരും. അപ്പോൾ ഇവിടെ നോക്കുക സോ ഒമേഗ ക്യു ടി എന്ന് പറയുമ്പോൾ ക്യു നോട്ട് ഇൻറ്റു കോസ് ഒമേഗ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 ഇൻറ്റു ക്യു നോട്ട്. ഇവിടെ നോക്കുക കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു √3/2 കാരണം ഇവിടെ രണ്ട് സൈഡിലും ക്യു നോട്ട് ഉണ്ട് ക്യു നോട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഒമേഗ ടി ഈസ് ഈക്വൽ ടു സോ ഒമേഗ ടി ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് √3/2 അപ്പോൾ അത് 30 ഡിഗ്രി സോ ഒമേഗ ടി ഈസ് ഈക്വൽ ടു സോ പൈ ബൈ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് π/6 അല്ല ദിസ് ഈസ് ഈക്വൽ ടു ഇത് ദിസ് ഈസ് 30 ഡിഗ്രി ആണ് π/6 വരും π/6 ഓക്കെ π/6 ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുമ്പോൾ 2π/t ഇൻറ്റു സോ ടി ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് ടൈം ടി അല്ലേ ടൈം ടി കണ്ടുപിടിക്കണ്ടേ സോ ടൈം ടി സോ ഡയറക്റ്റ് ഇപ്പോൾ ഒമേഗയുടെ വാല്യൂ നമുക്ക് സോ ഒമേഗ ഈസ് ഈക്വൽ നമുക്ക് ഒമേഗ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഒമേഗ ഈസ് ഈക്വൽ 1/√LC ആണ് ഇവിടുത്തെ ഒമേഗ സോറി ഡയറക്റ്റ് നമുക്കിനി ടി ഡയറക്റ്റ് കണ്ടുപിടിക്കില്ല സോ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുമ്പോൾ 1/√LC ആണ് so square root of so 1/√LC into t is equal to π/6 വരും. അപ്പോൾ ടൈം ടി അതായത് ഇതിൻ്റെ ചാർജ് സോറി ഇതിൻ്റെ 25% ഓഫ് ദ എനർജി ട്രാൻസ്ഫർ ടു ഇൻഡക്ടർ വരുന്ന ടൈം എന്ന് പറയുമ്പോൾ ടൈം ടി ഈസ് ഈക്വൽ സോ π/6 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി വരും സോ π/6 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി ഓക്കെ ആ ടൈം ടി ഈസ് ഈക്വൽ ടു π/6 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി ആ ടൈമിലാണ് ഇതിൻ്റെ ചാർജ് ഓക്കെ സോ 25% ഓഫ് എനർജി will be transferred to inductor വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 29 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ 25% ഓഫ് ദ ഇനിഷ്യൽ എനർജി ഇൻ ദ കപ്പാസിറ്റർ ഈസ് ട്രാൻസ്ഫർ ടു ദ ഇൻഡക്ടർ ആ ടൈം ടി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 π/6 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30 the RMS speed of oxygen molecule at 47 degree Celsius is equal to that of hydrogen molecule kept at dash degree Celsius. So mass of oxygen molecule and mass of hydrogen molecule there it's given 32 and 2. So RMS speed so VRMS is equal to the square root of 3RT by molar mass so M is a molar mass. So V of oxygen so T of oxygen is equal to so T1 so T of oxygen T1 that is equal to ഇത് Kelvin scale ആയിരിക്കണം so 273 plus 47 this is equal to 280 plus 40 320 വരും 320 Kelvin and molar mass of oxygen is equal to oxygen molecule 32 വരും and T of hydrogen that is equal to T2 so അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം T2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം and molar mass of hydrogen is equal to so M that value is equal to 2 വരും. ഇവിടെ നോക്കുക സോ ഇതിൻ്റെ സോ വി ഓഫ് ഓക്സിജൻ ടു സോ വി ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു വി ഓഫ് ഹൈഡ്രജൻ ആണ് സോ അറ്റ് എ പർട്ടിക്കുലർ ഹൈഡ്രജൻ്റെ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അറ്റ് T2 രണ്ടിൻ്റെ RMS സ്പീഡ് സെയിം ആണ് അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു ആർ ഇൻറ്റു T1 എന്ന് പറയുമ്പോൾ 320 ഇവിടെ 32 വരും സോ ഇവിടെ 320 ഇൻറ്റു മോളാർ മാസ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3R ഇൻറ്റു ഇവിടുത്തെ ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചർ T2 ഡിവൈഡ് ബൈ ഇൻ്റെ മോളാർ മാസ് 2 വരും. അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ 3R കോമൺ ആണ് അപ്പോൾ ഇവിടെ സ്ക്വയർ എടുക്കുക സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ 320 ബൈ മോളാർ മാസ് ഓക്സിജൻ 32 വരും
ഇവിടെ T2/2 വരും. T2/2 വരും. അപ്പോൾ ടെമ്പറേച്ചർ T2 ഈസ് ഈക്വൽ ടു, അപ്പോൾ ടെമ്പറേച്ചർ T2 ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക. സോ 320 ഇൻറ്റു 2 ഓക്കെ, സോ 32 വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 32, ഇവിടെ 20 വരും. സോ 20 കെൽവിൻ. സോ T2 ഈസ് ഈക്വൽ ടു 20 കെൽവിൻ ആണ് T2. ടെമ്പറേച്ചർ ഓഫ് ഓക്കെ ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 20 കെൽവിൻ. അപ്പോൾ 20 കെൽവിനിലാണ് ഓക്കെ രണ്ടിൻ്റെ RMS സ്പീഡ് സെയിം വരുന്നത്. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു 20 കെൽവിൻ. അപ്പോൾ T2, സോ T ഇൻ കെൽവിൻ ഓക്കെ, സോ T ഇൻ നമ്മൾ എടുക്കുമ്പോൾ സോ T ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓക്കെ 273 ഈസ് ഈക്വൽ ടു ആണ് T ഇൻ കെൽവിൻ വരുന്നത്. T ഇൻ കെൽവിൻ. അപ്പോൾ ഇവിടെ നോക്കുക T ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓക്കെ, T ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഈസ് ഈക്വൽ ടു 20 വരും. അപ്പോൾ T ഇൻ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു സോ 20 മൈനസ് 273, സോ -253 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഓക്കെ ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു -253 ഡിഗ്രി സെൽഷ്യസ്. അപ്പം -253 വരും. -253 -253. So question number 30, answer option 3. Question number 30 and answer option 3 ആണ്. ഓക്കെ. Next question number 31. Okay. Two cars A and B, each of mass 10,000 kilogram, moving on parallel tracks separated by a distance 10 meter in the same direction with speed 72 km per hour and 32 km per hour. Magnitude of angular moment of car A with respect to car B. So velocity of car A is equal to so car A യുടെ സ്പീഡ് ഓക്കെ, സോ 72 ഇൻറ്റു 5/18. സോ ദിസ് വൺ, സോ ഇത് 4 വരും. ഇത് 4 ഇൻറ്റു 5 20 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് കാർ ബി ഈസ് ഈക്വൽ സോ 36 ഇൻറ്റു 5/18 വരും. ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നോക്കുക രണ്ടും ഒരേ ഡയറക്ഷൻ, സോ ഇത് പാരലൽ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്. ഇപ്പോൾ കാർ എ, സോ മാസ് കാർ എ is equal to 10 to the power 3. Velocity of car A is equal to so 20 meter per second. ഇത് കാർ A ആൻഡ് കാർ ബി എടുക്കുമ്പോൾ സോ കാർ ബിയുടെ മാസ്, സോ മാസ് ഓഫ് കാർ ബി is equal to മാസ് ഓഫ് കാർ ബിയും അതും 10 to the power 3 കിലോഗ്രാം ആണ്. ആൻഡ് വെലോസിറ്റി ഓഫ് കാർ ബി is equal to അത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് അവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ ഇവരുടെ ട്രാക്കിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ 10 മീറ്റർ ആണ്. അപ്പോൾ ആങ്കുലർ മൊമെൻറ്റം ഓഫ് കാർ എ വിത്ത് റെസ്പെക്ട് ടു കാർ ബി ആണ്. ഇവിടെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എം ഇൻറ്റു വി ഇതിനൊരു മൊമെൻറ്റം ഉണ്ട്. ഇതിൻ്റെ സോ എം ബി അല്ല വി ബി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ എം എ, അതുപോലെ തന്നെ വി എ തന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഈ ഡിസ്റ്റൻസ് 6 തന്നിട്ടുണ്ട്. അപ്പോൾ ആങ്കുലർ മൊമെൻറ്റം ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, ആങ്കുലർ മൊമെൻറ്റം ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ ആങ്കുലർ മൊമെൻറ്റം ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സോ എൽ എ ബി എന്ന് പറയുമ്പോൾ മാസ് ഓഫ് കാർ എ, സോ മാസ് ഓഫ് കാർ ബി, സോ മാസ് ഓഫ് കാർ എ ഇൻറ്റു റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ മാസ് ഓഫ് കാർ, അതായത് വിത്ത് റെസ്പെക്ട് ടു കാർ ഓക്കെ വിത്ത് റെസ്പെക്ട് ടു കാർ ബി, സോ എം എ ഇൻറ്റു വി എ ബി, വെലോസിറ്റി ഓഫ് കാർ എ വിത്ത് റെസ്പെക്ട് ടു ബി ഇൻറ്റു ആർ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മൊമെൻറ്റം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓക്കെ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്. അതായത് നമ്മൾ എടുക്കുന്നത് കാർ എ ബി അറ്റ് റെസ്റ്റ് ആയിട്ട് എടുക്കുക. കാർ ബി ഇവിടെ റെസ്റ്റിലായിട്ടിരിക്കുക. ഇപ്പോൾ കാർ എ ഇസ് മൂവിങ് വിത്ത് സ്പീഡ്, സോ വി എ ബി ആയിരിക്കും. ആൻഡ് ഈ ആർ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് കാർ എ ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് കാർ എ, ഫ്രം കാർ ബി ടു സോ കാർ ബി ടു ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് കാർ എ, so this R is okay, so LAB is equal to mass of car A 10 to the power 3 and VAB, so that is equal to VA minus VB into the perpendicular distance is okay, that is 10, right? So 10 to the power 3 into and VAB is equal to so 20 minus 10 into 10, so this is 10 to the power 5
kilogram meter square per second. So angular momentum of A with respect to B is equal to 10 to the power 5. Okay, 10 to the power 5 kilogram meter square per second അല്ലെങ്കിൽ ജൂൾ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ 10 to the power 5 ജൂൾ സെക്കൻഡ് ആണ്. 10 to the power 5 ജൂൾ സെക്കൻഡ് വരും. ഓപ്ഷൻ 2. സോ ക്വസ്റ്റ്യൻ നമ്പർ 31 ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, സോ നെക്സ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ മാസ് ഓഫ് കാർ ഇൻറ്റു അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി VAB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. The pulley shown in figure is made using a thin rim and two rods of length equal to the diameter of the rim. The rim and each rod have a mass m. ഇപ്പോൾ റിമ്മിൻ്റെ ഓരോ റോഡിൻ്റെ മാസ് m ആണ്. The two blocks of mass m and small m are attached to the two ends of a light string passing out the pulley, which is hinged to rotate freely in vertical plane about its center. The magnitude of the acceleration experienced by the block is, assuming no slipping of string on pulley. ഇവിടെ നമുക്കിവിടെ ഈ ഇതിൻ്റെ അകത്ത്, സോ ഈ റിമ്മിനകത്ത് രണ്ട് റോഡുണ്ട്. അപ്പോൾ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് രണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ്. ആ രണ്ട് റോഡിൻ്റെ മാസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സ്മോൾ എം, ഇവിടെ നോ സ്ലിപ്പിംഗ്. ഓക്കെ, ഇവിടെ നോ സ്ലിപ്പിംഗ്. ഓക്കെ, നോ സ്ലിപ്പിംഗ് ഓഫ് സ്ട്രിങ് ഓൺ പുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ക്യാപിറ്റൽ എം. അപ്പോൾ ഇവിടെ ടെൻഷൻ. അപ്പോൾ ഇത് താഴത്തോടെ ഒരു A ആക്സിസിൽ പോകുന്ന എടുക്കാം, ഇത് മുകളിലോട്ട് A ആക്സിസിൽ പോകും. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇതിനൊരു ആംഗുലർ ആക്സിലേഷൻ കാണും. കാരണം ഇവിടെ സ്ലിപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഈ റിമ്മിൻ്റെ മാസ് ഒക്കെ തന്നിട്ടുണ്ട്. റിമ്മിൻ്റെ റോഡിൻ്റെ മാസ്, ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ് അല്ലേ. ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഈ റോഡിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക്, കാരണം ഇത് A പോകുമ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ആംഗുലർ ആക്സിലേഷൻ കാണും. സോ ആൽഫ എന്ന് പറയുമ്പോൾ ആംഗുലർ ആക്സിലേഷൻ ഓഫ് ആ റിം ആണ്. ആംഗുലർ ആക്സിലറേഷൻ ഓഫ് റിം ആണ്. നോ സ്ലിപ്പിംഗ് ഓഫ് സ്ട്രിങ് ഓൺ പുള്ളി. അപ്പോൾ ഇതിൻ്റെ ലീനിയർ ആക്സിലേഷൻ, സോ ആൽഫ ഈസ് ഈക്വൽ ടു R ഇൻറ്റു ആൽഫ വരും. അതിന് കാരണം ദർ ഇസ് നോ സ്ലിപ്പിംഗ് ഓൺ പുള്ളിയാണ്. അപ്പോൾ ആൽഫ ആംഗുലർ ആക്സിലേഷൻ ഓഫ് റിം ആണ്. R എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് റിം. അപ്പോൾ ഇതിനൊരു ആംഗുലർ ആക്സിലേഷൻ ഉണ്ടാവണമെങ്കിൽ, ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ആംഗുലർ ആക്സിലേഷൻ ഉണ്ടാവണമെങ്കിൽ നോക്കുക, അപ്പോൾ ഇവിടെ ഒരു ടോർക്ക് വേണം. അപ്പോൾ ടോർക്ക് എന്ന് പറയുമ്പോൾ നോക്കുക, ഇതിനൊരു ആംഗുലർ ആക്സിലേഷൻ വന്നെങ്കിൽ നോക്കുക, അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. അപ്പോൾ ഒരു റിങ് രണ്ട് റോഡുള്ള ഒരു സിസ്റ്റം. അപ്പോൾ ഇതിനെ ബോട്ടായിട്ട്, കാരണം ഇതിനൊരു IFA സിസ്റ്റം. സോ IFA സിസ്റ്റം എന്ന് എടുക്കാം. IFA സിസ്റ്റം ഈസ് ഈക്വൽ ടു I of ring പ്ലസ് 2 times I of road വരും. 2 times I of road. അപ്പോൾ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ M ഇൻറ്റു R സ്ക്വയർ വരും. ആൻഡ് I of road. ഓക്കെ, സോ I of ring സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ I of ring ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ MR സ്ക്വയർ വരും. ആൻഡ് I of road ഈസ് ഈക്വൽ ടു ഈ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വേറെ ഇതിൻ്റെ മാസ്. ഓക്കെ, 1/12 ഇൻറ്റു അതിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ ലെങ്ത്. ഓക്കെ, റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ അത് 2R ആണ്. ഇതിൻ്റെ ലെങ്ത് 2R ആണ്. വേറെ അതിൻ്റെ ഡയമീറ്റർ ആണ്. സോ 2R ഓൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു MR സ്ക്വയർ ബൈ 3 വരും. ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ IFA സിസ്റ്റം ഈസ് ഈക്വൽ ടു ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ദാറ്റ് ഈസ് ഈക്വൽ ടു MR സ്ക്വയർ പ്ലസ് 2 ടൈംസ് രണ്ട് റോഡ് ഉണ്ട്. സോ MR സ്ക്വയർ ബൈ 3 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 5MR സ്ക്വയർ ബൈ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5MR സ്ക്വയർ ബൈ 3. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ആംഗുലർ ആക്സിലേഷൻ ആൽഫ കിട്ടണമെങ്കിൽ നോക്കുക, കാരണം ഇതിന് ഇങ്ങോട്ടേക്ക് ഒരു ടോർക്ക് വേണം. കാരണം ടോർക്ക്. ഓക്കെ, സോ നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു IFA സിസ്റ്റം ഇൻറ്റു ആൽഫ എന്ന് വരും. IFA സിസ്റ്റം ഇൻറ്റു ആൽഫ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും. കാരണം ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടുത്തെ ഒരു ഫോഴ്സ് ഒരു T2 എന്ന് എടുക്കാം. ആൻഡ് ഇവിടുത്തെ ടെൻഷൻ T1 എന്ന് വരും. കാരണം ഈ രണ്ട് ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് രണ്ട് സെയിം ആണെങ്കിൽ ഇവിടെ T1 ഇൻറ്റു R. ഓക്കെ, ഇവിടെ T ഇൻറ്റു R വരും, ഇവിടെയും T ഇൻറ്റു R വരും. അപ്പോൾ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് നെറ്റ് ടോർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നെറ്റ് ടോർക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു IFA സിസ്റ്റം ഇൻറ്റു ആൽഫ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പോയിന്റ് രണ്ട് ടെൻഷനാണ്.
അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ ഇവിടുത്തെ ടെൻഷൻ, അപ്പോൾ ഇവിടെ ഞാൻ ടെൻഷൻ T2 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ T1 വരും, സോറി ഇവിടെ T2 വരും. ഇവിടുത്തെ ടെൻഷൻ T2 ആൻഡ് ഇവിടുത്തെ ടെൻഷൻ T1, ഇവിടെയും ടെൻഷൻ T1 വരും. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടുത്തെ നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ഇവിടുത്തെ നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഇവിടെ T2 ഇതിൻ്റെ റേഡിയസ് R വരും. ഇതിൻ്റെ റേഡിയസ് ഈ സെൻറ്ററിൻ്റെ ബോർഡായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇതും റേഡിയസ് R, ഇവിടെ T1 വരും. അപ്പോൾ ടോ നെറ്റ് ഈസ് ഈക്വൽ ടു, ടോ നെറ്റ് ഈസ് ഈക്വൽ ടു T2R minus T1R is equal to IFA system into alpha, IFA system into alpha വരും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നോക്കുക. സോ ഇതിന് നമുക്ക് ഒരു ഇക്വേഷൻ R ആൽഫ, സോ A is equal to R ആൽഫ. കാരണം ഇവിടെ നോ സ്ലിപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്സലേഷൻ, കാരണം ഈ റോപ്പിൻ്റെ അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ആക്സലേഷൻ എന്ന് പറയുമ്പോൾ A വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു R ആൽഫയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു R ആൽഫ. ആൻഡ് ഇവിടുത്തെ ടെൻഷൻ, സോ ഇവിടെ ടെൻഷൻ T2 ആൻഡ് ഇവിടെ ടെൻഷൻ T1 വരും. അപ്പോൾ നമുക്ക് ഈ എമ്മിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ, എമ്മിൻ്റെ ക്യാപിറ്റൽ എമ്മിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കുക, ഇങ്ങോട്ടേക്ക് ടെൻഷൻ T2, ഇങ്ങോട്ടേക്ക് mg. അപ്പോൾ mg മൈനസ് T2 ഈസ് ഈക്വൽ ടു സോ m ഇൻറ്റു A വരും. അപ്പോൾ അടുത്തത് സോ നമുക്ക് ഓരോ ഇക്വേഷൻ എഴുതാം. ഇത് ഇക്വേഷൻ 1 ആൻഡ് ഇത് ഇക്വേഷൻ 2 ആൻഡ് ഇത് ഇക്വേഷൻ 3. ഇനി സ്മോൾ എമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. സ്മോൾ m ഈസ് ഈക്വൽ ടു സ്മോൾ m മാസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ മുകളിലോട്ട് T1, താഴത്തോട്ട് mg, ഇറ്റ് ഈസ് ഗോയിങ് അപ്വേർഡ് ആണ് A. അപ്പോൾ T1 മൈനസ് mg ഈസ് ഈക്വൽ ടു സോ m ഇൻറ്റു A വരും. അപ്പോൾ ഇക്വേഷൻ 4 വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇക്വേഷൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ദ മാഗ്നിറ്റ്യൂഡ് ആക്സലേഷൻ എക്സ്പീരിയൻസ് ബൈ ദ ബ്ലോക്ക്. അപ്പോൾ ക്യാപിറ്റൽ A ആക്സലേഷൻ A കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, നമുക്ക് 4 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, നമുക്ക് ഈ ആൽഫനെ റിമൂവ് ചെയ്യാം. ഇക്വേഷൻ 1 നോക്കുക, ഞാൻ R, സോ T1 T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു IFA സിസ്റ്റം ഇൻറ്റു ആൽഫ ബൈ R വരും. ഇനി ആൽഫ ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ആൽഫ ഈസ് ഈക്വൽ ടു A ബൈ R ആണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു ആംഗുലർ ആക്സലേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു A ബൈ R വരും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു IFA സിസ്റ്റം ഇൻറ്റു സോ A ബൈ R വരും. അപ്പോൾ A ബൈ R സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ നോക്കുക IFA സിസ്റ്റം, സോ ഇവിടെ നോക്കുക T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു IFA സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അത് നമ്മൾ കണ്ടുപിടിച്ച് 5mr സ്ക്വയർ ബൈ 3. സോ 5mr സ്ക്വയർ ബൈ 3 ഇൻറ്റു A ബൈ R സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ ഈ R സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അതൊരു ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ 1 വീക്ക് എങ്ങനെയാവും? ഇനി ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ 3 എഴുതുമ്പോൾ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സോ T2 മൈനസ് T1 ഈസ് ഈക്വൽ ടു 5ma ബൈ 3 വരും. 5ma ബൈ 3. രണ്ടാമത്തെ ഇക്വേഷൻ, സോ ഇക്വേഷൻ 3 mg മൈനസ് T2 ഈസ് ഈക്വൽ ടു ma, mg മൈനസ് T2 ഈസ് ഈക്വൽ ടു ma വരും. ആൻഡ് T1 മൈനസ് mg ഈസ് ഈക്വൽ ടു സ്മോൾ ma വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും, എല്ലാ ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഈ ഇക്വേഷനെല്ലാം ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഈ T1ഉം ക്യാൻസൽ ആയി പോകും, T2ഉം ക്യാൻസൽ ആയി പോകും, ഈ T1 ഈ T2 ക്യാൻസൽ ആയി പോകും. അവിടെ നോക്കുക mg മൈനസ് സ്മോൾ mg ഈസ് ഈക്വൽ ടു, സോ ഞാൻ പുറത്തെടുക്കുമ്പോൾ 5m ബൈ 3 പ്ലസ് ക്യാപിറ്റൽ M പ്ലസ് സ്മോൾ m വരും. അപ്പോൾ A ഇൻറ്റു, സോ ഇവിടെ നോക്കുക, ഇവിടെ 8m ബൈ 3, സോ 8m ബൈ 3 പ്ലസ് സ്മോൾ m ഈസ് ഈക്വൽ ടു m മൈനസ് സ്മോൾ m ഇൻറ്റു g വരും. അപ്പോൾ A ഈസ് ഈക്വൽ ടു, സോ m മൈനസ് m ഇൻറ്റു g ഡിവൈഡഡ് ബൈ 8m ബൈ 3 പ്ലസ് സ്മോൾ m വരും. സോ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കുക, ചിലപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കുക m മൈനസ് ക്യാപിറ്റൽ M മൈനസ് സ്മോൾ m ഇൻറ്റു g ഡിവൈഡ് ബൈ 8/3 ഇൻറ്റു m, 8/3 ഇൻറ്റു ക്യാപിറ്റൽ M പ്ലസ് m വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3 ആണ്. ഇത് ആൻസർ ആണ് അവിടെ വന്നിരിക്കുന്നത്. m മൈനസ് m ഇൻറ്റു g ഡിവൈഡ് ബൈ 8m/3 പ്ലസ് m വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 അല്ലേ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും.
Question number 32 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ദ കൈനറ്റിക് എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഓസിലേറ്റഡ് വിത്ത് ആൻ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് 176 റേഡിയൻ പെർ സെക്കൻഡ്. ദ ഫ്രീക്വൻസി ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡാഷ് ഹെഡ്സ് ആണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഓസിലേഷൻ എടുക്കുമ്പോൾ നമുക്കൊരു കൈനറ്റിക് എനർജിയുടെ ഓസിലേഷൻ വരുവാണെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഹാർമോണിക് ഓസിലേഷൻ ഡബിൾ ആയിരിക്കും. ഓസിലേഷൻ ഓഫ് കൈനറ്റിക് എനർജി, സോ ഓസിലേഷൻ ഓഫ് ഓക്കെ so angular frequency, so frequency of kinetic energy omega ആണെങ്കിൽ so frequency of okay kinetic energy യുടെ frequency of kinetic energy is equal to omega ആണെങ്കിൽ frequency of kinetic energy is equal to omega ആണെങ്കിൽ frequency of simple harmonic motion is equal to the frequency of SH എന്ന് പറയുമ്പോൾ frequency of SH എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും, that is omega by 2 ആയിരിക്കും. കാരണം നോക്കാം, അതിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ വരുന്നത് സ്പീഡ് ഈസ് ഈക്വൽ സോ എ ഒമേഗ കോസ് ഒമേഗ ടി ആണെങ്കിൽ സോ കൈനറ്റിക് എനർജി എടുക്കുന്നത് സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി വരും. കാരണം കോസ് ഒമേഗയുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഒമേഗ സ്ക്വയറിൻ്റെ ഇത് കോസ് ഒമേഗ ടിയുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ ഒമേഗ ടിയുടെ ഗ്രാഫ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ SHMൻ്റെ ഫ്രീക്വൻസി കൈനറ്റിക് എനർജിയുടെ ഫ്രീക്വൻസിയുടെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഒമേഗ ഓഫ് കൈനറ്റിക് എനർജി is equal സോ 176 ഓക്കെ ആർ റേഡിയൻ പെർ സെക്കൻഡ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ് വരും. അപ്പോൾ ഒമേഗ ഓഫ് SH എന്ന് പറയുമ്പോൾ ഒമേഗ ഓഫ് SHM is equal to സോ ഒമേഗ ഓഫ് കൈനറ്റിക് എനർജി ബൈ 2 ആണ്, ദറ്റ് ഈസ് ഈക്വൽ ടു 176 by 2 വരും. പക്ഷേ നമുക്ക് അത് ഹെഡ്സിലാണ് കണ്ടുപിടിക്കണ്ടേ, ഇവിടെ നോക്കാം. അപ്പോൾ ഒമേഗ ഓഫ് SHM is equal to ഒമേഗ ഓഫ് SHM എന്ന് പറയുമ്പോൾ that is equal to 2 pi into frequency of SHM is equal to 176 by 2 വരും. ഇവിടെ നോക്കുക, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് SHM is equal to so 176 by 2 into so 2 into 2 4 2 pi into 2 വരും. 2 pi into 2 എന്ന് പറയുമ്പോൾ നോക്കാം, so 176 by 4 into 2 pi വരില്ലേ, സോ 2 pi സോ പൈ is equal to 22/7 ആണ്, പൈ is equal to 22/7 വരും. സോ 22/7 സോ 176 into 7/4 into 22 വരും. ആൻഡ് ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ സോ ഇവിടെ ഫ്രീക്വൻസി SHM is equal to സോ 176/4 എന്ന് പറയുമ്പോൾ ഇവിടെ 4 വരും. ഓക്കെ, 176/4 എന്ന് പറയുമ്പോൾ ഇവിടെ 44 അല്ലേ, ഇത് 44 വരും, ഇത് 44 വരും. ആൻഡ് 44 into 7 divided by 22 വരും. സോ 2 into 7 സോ 14 ഹെഡ്സ് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 14 ഹെഡ്സ്. ഓക്കെ, അതിൻ്റെ ആൻസർ 14 ഹെഡ്സ് വരും. സോ ക്വസ്റ്റ്യൻ നമ്പർ 33 ആൻസർ ഓപ്ഷൻ 1 ആണ് അല്ലേ. യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 33 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34 given below are two statements in a Young's double slit experiment. The angular separation of fringe will increases as the screen is moved away from the plane of the slit. But angular fringe width, okay, so angular separation of fringe, okay, angular fringe width is equal to so angular fringe width is equal to so angular fringe width, okay, so beta, so theta of beta is equal to so that is equal to so d lambda d by small d ആണ്. സോ ഓക്കെ, സോ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്, ഓക്കെ, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് തീറ്റ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി. സോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ആംഗുലാർ സെപ്പറേഷൻ ഓഫ് ഫ്രിഞ്ച് വിൽ ഇൻക്രീസ് ആസ് ദ സ്ക്രീൻ ഈസ് മൂവ് അവേ ഫ്രം ദ പ്ലെയിൻ ഓഫ് സ്ലിറ്റ് ആണ്. അപ്പോൾ സോ തീറ്റ ബീറ്റ, സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്, ക്യാപിറ്റൽ ഡി ഇൻക്രീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് ആസ് ദ സ്ക്രീൻ ഈസ് മൂവ് അവേ ഫ്രം ദ പ്ലെയിൻ ഓഫ് സ്ലിറ്റ്സ്. ഇവിടെ നോക്കുക ഓക്കെ, സോ ഇതിൻ്റെ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡി ആണ്. ഇറ്റ് ഡസ് നോട്ട്, ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ഓക്കെ, സോ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡി ആണ്. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ആംഗുലാർ ഫ്രിഞ്ച് സെപ്പറേഷൻ അല്ലെങ്കിൽ വിഡ്ത്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡി ആണ്. ദിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡി, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡി ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണ്. അപ്പോൾ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് പറയുമ്പോൾ ഓപ്ഷൻ 2 or 3 ആയിരിക്കും വരുന്നത് അല്ലേ. ഓക്കെ, നോക്കുക, ഓപ്ഷൻ 2 or 3 വരുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 അത് റോങ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. In a young double slit experiment, the angular separation of fringe will increase when the monochromatic source is replaced by
are the monochromatic source of higher wavelength. ഇവിടെ നോക്കുക ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓക്കെ തീറ്റ ബീറ്റ് സോ അതായത് ബീറ്റയ്ക്ക് വരെ ഞാൻ ഓക്കെ നമ്മൾ ലീനിയർ ഫ്രിഞ്ച് വിഡ്ത്ത് ആണെങ്കിൽ ബീറ്റ നമ്മൾ പറയും. ഇപ്പോൾ ഇവിടെ ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ആയതുകൊണ്ട് ഞാൻ തീറ്റ ബീറ്റ എന്ന് ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ലാംഡ ബൈ ഡി വരും. അപ്പോൾ ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അപ്പോൾ ലാംഡ ഓക്കെ ലാംഡ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓക്കെ സോ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓക്കെ ദാറ്റ് വിൽ ഇൻക്രീസ്. ഇപ്പോൾ തീറ്റ പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. ഇപ്പോൾ ലാംഡ കൂട്ടുമ്പോൾ ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ഇൻക്രീസ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നതാണ് ഓക്കെ. ഇപ്പോൾ ആംഗുലർ സെപ്പറേഷൻ ഓഫ് ഫ്രിഞ്ച് വിൽ ഇൻക്രീസ് വെൻ മോണോക്രോമാറ്റിക് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ another monochromatic source of higher wavelength ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 false, സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ 34 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 34 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. A battery with EMF E and inductance resistance R is connected across a resistance capital R. The power consumption in R will be maximum. ഇപ്പോൾ എന്ന് പറയുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം that is equal to ഒരു ബാറ്ററി അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ അതിൻ്റെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ അതിൻ്റെ EMF ഈസ് ഈക്വൽ ടു ഇ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോ വെൻ ആർ ഈസ് ഈക്വൽ ടു മാക്സിമം പവർ ട്രാൻസ്ഫർ അതായത് റെസിസ്റ്റൻസ് ഓഫ് ലോഡ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് സോഴ്സ് ഓക്കെ റെസിസ്റ്റൻസ് ഓഫ് സോഴ്സ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ലോഡ്. ഈ സമയത്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ. ഇവിടെയാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ. ഈ സമയത്ത് മാക്സിമം പവർ ട്രാൻസ്ഫർ വരും. അതായത് സോഴ്സ് മാച്ച് വിത്ത് ലോഡ് എന്ന് പറയും. ഇവിടെ നോക്കുക ആർ ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ സോ സ്മോൾ ആർ വരും. ആർ ഓഫ് ലോഡ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ വരും. ഇവിടുത്തെ ആർ ഓഫ് സോഴ്സ് ഈ സോഴ്സിൻ്റെ ഓക്കെ ആർ ഓഫ് സോഴ്സ് ഈസ് ഈക്വൽ ടു ഈ സോഴ്സിൻ്റെ റെസിസ്റ്റൻസ് സ്മോൾ ആർ. അതായത് ഈ ബാറ്ററി ഇതാണ് നമ്മുടെ സോഴ്സ് ഇതാണ് പവർ സോഴ്സ് ഇതാണ് ലോഡ്. ആ പവർ കൺസ്യൂം ചെയ്യുന്ന ഡിവൈസ് ലോഡ് ഓക്കെ ആൻഡ് ആർ ഓഫ് ലോഡ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ വരും. അപ്പോൾ ഇത് രണ്ടും സോ വെൻ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആ സമയത്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ് ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 35 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36 ഓക്കെ. കീപ്പിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ വ്യൂ ദ സം ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓക്കെ സോ 52.01 and 153.2 and 0.123. So keeping the significant figures in view, the sum of physical quantities 52.01, 153.2 and 0.123 meter is. ഇവിടെ നോക്കിയത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെയും 3 വരും, ഇവിടെ 5 വരും, ഇവിടെ 0 വരും, ഇവിടെ 205. സോ ഇതിൻ്റെ സം ചെയ്യുമ്പോൾ നമുക്ക് 205.333 വരും. അപ്പോൾ അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് എത്രയാണോ അത് നമ്മൾ കീപ്പ് ചെയ്യണം ഓക്കെ. ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ഡെസിമൽ പോയിൻ്റ് ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പോയിൻ്റ് അത് ഈ ഫൈനൽ റിസൾട്ടിനകത്ത് ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പോയിൻ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുമ്പോൾ സോ 205.3 വരും. അതായത് ഈ നമ്മൾ ഈ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതായത് മെഷർമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറഞ്ഞ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പോയിൻ്റ് ഏതാണോ അത് നമ്മൾ ഫൈനൽ റിസൾട്ടിനകത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നോക്കി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടെ 1 ആണ് ഏറ്റവും കുറവ്. അപ്പോൾ ഫൈനൽ റിസൾട്ടിനകത്ത് 1 വരാമുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ 205.3 മീറ്റർ വരും. സോ 205.3. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 36 ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. A spherical body of radius r and density sigma falls freely through a viscous liquid having a density sigma rho. The viscosity eta and viscosity eta and attains a terminal velocity v naught. Estimate the maximum error in the quantity eta is. So ignore error associated with sigma rho and g gravitational acceleration. അപ്പോൾ sigma rho g കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നോക്കുക അപ്പോൾ ഇതിൻ്റെ ടെർമിനൽ വെലോസിറ്റി പറയുമ്പോൾ ഓക്കെ സോ ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു അപ്പോൾ സ്ഫെറിക്കൽ ബോഡിയുടെ റേഡിയസ് വന്നിട്ടുണ്ട് ഓക്കെ സോ ഇതിൻ്റെ ടെർമിനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2r² ഇൻറ്റു അപ്പോൾ ബോഡിയുടെ ബോഡിയുടെ ഡെൻസിറ്റി അപ്പോൾ അത് സിഗ്മയാണ്. സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ബൈ 9 ഈറ്റ വരും. ഇവിടുത്തെ ടെർമിനൽ വെലോസിറ്റി സോ വി ടി ഈസ് ഈക്വൽ ടു വി നോട്ട് എന്ന് വന്നിട്ടുണ്ട്. വി ടി ഈസ് ഈക്വൽ ടു വി നോട്ട്. അപ്പോൾ ഇവിടെ നോക്കുക അപ്പോൾ വി നോട്ട് ഈസ് ഈക്വൽ ടു സോ 2r² സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ബൈ 9 ഈറ്റ വരും. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു 2r²
സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 9v0 വരും. ഇവിടെ നോക്കുക, ഇവിടെ റോ സിഗ്മ ജി എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നോക്കുക, ഇപ്പോൾ ഡെൽറ്റ എൻ ബൈ, സോ ഡെൽറ്റ എൻ ബൈ എന്നിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് മാക്സിമം പെർസെൻറ്റേജ് എററാണ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ v0 ബൈ വി വരും. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ്, ഓക്കെ, ഇതിൻ്റെ പെർസെൻറ്റേജ് എറർ, ഓക്കെ. സോ മാക്സിമം എററാണ്, സോ പെർസെൻറ്റേജ് എറർ അല്ല. അപ്പോൾ ഡെൽറ്റ എൻ ബൈ എൻ എടുത്താൽ മതി, പെർസെൻറ്റേജ് വേണ്ട. സോ ഡെൽറ്റ ഈറ്റ ബൈ, സോ ഡെൽറ്റ ഈറ്റ ബൈ ഈറ്റ ഇസിക്കൽ, സോ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ v0 ബൈ v0 വരും. So that is equal to, so 2 into delta r by r plus delta v0 by v0. So question number 37, answer option 2. Question number 37, answer option 2. Okay, next question number 38. The surface tension of two liquids having same density ആണ്. So T1 and T2 are measured using capillary rise method utilizing two tubes with the inner radius of R1 and R2. അപ്പോൾ ഇതിൻ്റെ R1 greater than R2 ആണ്. And the measured liquid heights in these tubes are H1 and H2 respectively. And ignore the weight of liquid about the lowest point of meniscus. Okay, so the height H1 and H2 and surface tension T1 and T2 satisfy the relation. ഇവിടെ നോക്കുക, അപ്പോൾ രണ്ട്, ഓക്കെ, സർഫസ് ടെൻഷൻ 2 ലിക്വിഡ്സ് ഹാവിങ് സെയിം ഡെൻസിറ്റി ആണ്. അവരുടെ രണ്ടിൻ്റെ ഡെൻസിറ്റി സെയിം ആണ്, പക്ഷേ അതിൻ്റെ സർഫസ് ടെൻഷൻ T1 ഉം T2 ആണ്. And measured using capillary rise method utilizing two tubes of inner radius R1 and R2. അപ്പോൾ ഒന്നിൻ്റെ റേഡിയസ് R1, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഞാൻ R1 എടുക്കാം. ഇതിൻ്റെ റേഡിയസ് R1 ആണ്, ഇതിൻ്റെ റേഡിയസ് R1, ഓക്കെ. അപ്പോൾ മറ്റേ ഇത് ലിക്വിഡ് എടുക്കുമ്പോൾ അതിൻ്റെ, ഓക്കെ, അതിൻ്റെ റേഡിയസ് R2, അതിൻ്റെ റേഡിയസ് R2 ആണ്, അതിൻ്റെ റേഡിയസ് R2, അതിൻ്റെ റേഡിയസ് R2, ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് H2 എന്ന് എടുക്കാം, ഇതിൻ്റെ ഹൈറ്റ് H2. ഇപ്പോൾ H1 ആണ് H2 ആണെന്ന് നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം, ഏതാ കൂടുതലെന്ന് കണ്ടുപിടിക്കണം. ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് ഒരേപോലെ എടുക്കാം. ഇവിടെ നോക്കുക, അപ്പോൾ ഇതിൻ്റെ സർഫസ് ടെൻഷൻ T1 ആണ്, ഇതിൻ്റെ T2 ആണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്പിലറി, ഓക്കെ, ക്യാപ്പിലറിയുടെ ഇക്വേഷൻ H1 ഈസ് ഈക്വൽ, സോ 2T, സോ H ഈസ് ഈക്വൽ, സോ ക്യാപ്പിലറി റൈസ് H ഈസ് ഈക്വൽ, സോ 2T കോസ് തീറ്റ ബൈ റോ ജി ആർ ആണ്, റോ ജി ആർ. അപ്പോൾ H1 ഈസ് ഈക്വൽ, സോ 2T1 കോസ് തീറ്റ ബൈ റോ ഇൻറ്റു ജി ഇൻറ്റു R1 വരും. ആൻഡ് H2 ഈസ് ഈക്വൽ, സോ 2T2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു ജി ഇൻറ്റു R2 വരും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് T1 ഉം T2 ആണ്. ഇവിടെ R1 ഗ്രേറ്റർ ദാൻ R2 ആണ്, ഇവിടെ R1 ഗ്രേറ്റർ ദാൻ R2 ആണ്. ഇവിടെ R1ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ R2 എന്ന് തന്നിട്ടുണ്ട്. സോ R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 ആണ്. സോറി, ഇവിടെ നമ്മുടെ കണ്ടീഷൻ R1 ഗ്രേറ്റർ ദാൻ R2. സോ ഇവിടെ R1 ഗ്രേറ്റർ ദാൻ R2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് രണ്ടും കൂടെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ, സോ H1 ഈസ് ഈക്വൽ, സോ 2T1 കോസ് തീറ്റ ബൈ റോ ജി R1 ആൻഡ് H2 ഈസ് ഈക്വൽ, സോ 2T2 കോസ് തീറ്റ ബൈ റോ ജി R2 വരും. ഇവിടെ H1 ബൈ H2 എടുക്കുമ്പോൾ ഇവിടെ 2, ഓക്കെ, T1, ഓക്കെ, സോ 2 കോമൺ ആണ്, റോ ജിയും കോമൺ ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് കോസ് തീറ്റയും കോമൺ ആണ്. അപ്പോൾ T1 ബൈ ഓക്കെ, T1 ബൈ സോ R1, അതുപോലെ തന്നെ സോ T2 R2 വരും. സോ H1 ബൈ H2 ഈസ് ഈക്വൽ ടു, സോ T1 ബൈ T2 ഇൻറ്റു R2 ബൈ R1 വരും. ഇവിടെ നോക്കുക, ഇവിടെ സോ ഓപ്ഷൻസ് ഓരോ നോക്കുക. സപ്പോസ് ഇഫ് T1 ഈസ് ഈക്വൽ ടു T2, ഇഫ് T1 ഈസ് ഈക്വൽ ടു T2 ആൻഡ്, ഓക്കെ, ഇഫ് T1 ഈസ് ഈക്വൽ ടു T2 ആൻഡ് R1 ഗ്രേറ്റർ ദാൻ R2 വരുമ്പോൾ, ഇഫ് T1 ഈസ് ഈക്വൽ ടു T2 ആൻഡ് R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 വരുമ്പോൾ, സോ H1 ബൈ H2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ഇൻറ്റു ഇവിടെ R2 ബൈ R1 വരും. അപ്പോൾ R2 ബൈ R1, സോ R2 ബൈ R1 ലെസ് ദാൻ 1 ആണ്. ഇപ്പോൾ ഇവിടെ നോക്കാം, അപ്പോൾ അങ്ങനെ വരുമ്പോൾ H1 വിൽ ബി ലെസ് ദാൻ H2 ആയിരിക്കും. ദെൻ H1 വിൽ ബി ലെസ് ദാൻ H2 ആയിരിക്കും. അതായത് T1 ഈസ് ഈക്വൽ ടു T2 ആൻഡ് R1 ഗ്രേറ്റർ ദാൻ R2 വരുമ്പോൾ, സോ H1 വിൽ ബി ലെസ് ദാൻ, ഓക്കെ, H1 വിൽ ബി ലെസ് ദാൻ H2 ആയിരിക്കും. അപ്പോൾ നോക്കുക, അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. സോ വെൻ T1 ഈസ് ഈക്വൽ ടു T2 ആൻഡ് R1 ഗ്രേറ്റർ ദാൻ R2 വരുമ്പോൾ H1 വിൽ ബി ലെസ് ദാൻ H2 ആണ്. ഓപ്ഷൻ 1 കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 2 റോങ് ആണ്, ഓപ്ഷൻ 3 റോങ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ 4 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, T1 T2, സോ H1 ബൈ H2 എന്ന് പറയുമ്പോൾ, സോ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടീഷൻ R1 ഗ്രേറ്റർ ദാൻ R2 ആണ്. സോ H1 ബൈ H2 ഈസ് ഈക്വൽ ടു
സോ T1 by T1 by T2 ഇൻറ്റു R2 by R1 ആണ്. ഇവിടെ T1 ഇവിടെ T1 ലെസ് ദാൻ T2, സോ ഇവിടെ R1 by R2, ഇനി R2 by R1 the value ലെസ് ദാൻ 1 ആണ്. R2 by R1 വാല്യൂ ലെസ് ദാൻ 1 ആണ്. ഇതിൻ്റെ അടുത്ത കണ്ടീഷൻ തന്നിരിക്കുന്നത് T1 ലെസ് ദാൻ, ഓക്കെ, T1 ലെസ് ദാൻ T2, അപ്പോൾ T1 by T2 ലെസ് ദാൻ 1 ആണ്. ഈ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റ്, സോ H1 by H2 വിൽ ബി, ഈ രണ്ടും എടുക്കുമ്പോൾ ഇതും ലെസ് ദാൻ 1 ആണ്, ഇതും ലെസ് ദാൻ 1 ആണ്, ഇതും ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇത് മൊത്തത്തോടെ, സോ H1 by H2 വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. സോ H1 വിൽ ബി ലെസ് ദാൻ H2 ആയിരിക്കും. അപ്പോൾ T1ൻ്റെ വാല്യൂ ലെസ് ദാൻ T2, അതുപോലെ തന്നെ R1 ഗ്രേറ്റർ ദാൻ R2 വരുമ്പോൾ H1 വിൽ ബി ലെസ് ദാൻ H2 ആണ്. അപ്പോൾ ഓപ്ഷൻ 4 റോങ് ആണ്. ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അതായത് R1 ഗ്രേറ്റർ ദാൻ R2, T1 ഈക്വൽ ടു T2 വരുമ്പോൾ H1 വിൽ ബി ലെസ് ദാൻ H2 ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 38 ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. A river of width 200 meters is flowing from west to east with a speed of 18 km per hour. അപ്പോൾ റിവർ സ്പീഡ് എന്ന് പറയുമ്പോൾ റിവർ സ്പീഡ് ഈസ് ഈക്വൽ ടു, സോ 18 ഇൻറ്റു 5 by 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 meter per second വരും. A boat moving at a speed of 36 km per hour in still water is made to travel one round trip bank to back of the river. The minimum time taken by the boat for this journey and also the displacement along the river bank are. ഇപ്പോൾ മിനിമം ടൈമും ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ റിവർ ബാങ്ക്, അതായത് ഡ്രിഫ്റ്റ് ആണ്, ടോട്ടൽ ഡ്രിഫ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ടോട്ടൽ ടൈം, ഓക്കെ, മിനിമം ടൈം എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പോൾ വെലോസിറ്റി ഓഫ് ബോട്ട് VB is equal to, സോ 36 ഇൻറ്റു 5 by 18 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 meter per second വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ, സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ബോട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഫ്ലോ കാരണം മിനിമം ടൈമിൽ എത്തണമെങ്കിൽ അതിൻ്റെ മാക്സിമം വെലോസിറ്റി പെർപെൻഡിക്കുലർ റിവർ ഫ്ലോ ആയിരിക്കണം. റിവർ ഫ്ലോ VR ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ബോട്ട് പോകുമ്പോൾ അത് റീച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ ബോട്ട് റീച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഇവിടെ ആയിരിക്കും, ബോട്ട് ചിലപ്പോൾ റീച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും. കാരണം ഇങ്ങോട്ടേക്ക് VR ഉണ്ട്. സോ ഇപ്പോൾ ഇവിടുത്തെ ഡ്രിഫ്റ്റ് വരും, ഇത് ഇവിടുത്തെ ഡ്രിഫ്റ്റാണ്, ഡ്രിഫ്റ്റ് 1 വരും. പിന്നെ അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട്, അപ്പോൾ ബോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, VB ഇങ്ങോട്ടേക്കാണ്, പക്ഷേ റിവർ ഫ്ലോ ഇങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ റിവർ ഫ്ലോ ഇങ്ങോട്ടേക്കുള്ളതുകൊണ്ട് അപ്പോൾ ഡ്രിഫ്റ്റ് ഇങ്ങോട്ടേക്കും ഉണ്ടാവും. അപ്പോൾ ഡ്രിഫ്റ്റ് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഫൈനൽ, ഓക്കെ, സോ ഫൈനലായിട്ട് ആ ബോട്ട് തിരിച്ചെത്തുന്ന ഈ പോയിന്റ് ആയിരിക്കും. ഇവിടെ ഡ്രിഫ്റ്റ് 1, സോ ഡ്രിഫ്റ്റ് 2 ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ഡയറക്ഷൻ പോകുമ്പോഴുള്ള ഡ്രിഫ്റ്റ് 1 വരും, മറ്റേ തിരിച്ച് വരുമ്പോഴുള്ള ഡ്രിഫ്റ്റ് 2 വരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് റിവർ ഫ്ലോ വരും. അപ്പോൾ മിനിമം ടൈം ടേക്കൺ ടു ക്രോസ്, ഓക്കെ, മിനിമം ടൈം ടേക്കൺ ടു ക്രോസ് എന്ന് പറയുമ്പോൾ മിനിമം ടൈം ടേക്കൺ ടു ക്രോസ് റിവർ എന്ന് പറയുമ്പോൾ, സോ മിനിമം ടൈം ടേക്കൺ ടു ക്രോസ് റിവർ ഈസ് ഇക്വൽ ടു ടൈം ടേക്കൺ ടു ക്രോസ് റിവർ എന്ന് പറയുമ്പോൾ ടേക്കൺ ടു ക്രോസ് റിവർ, സോ ഇതിൻ്റെ വിഡ്ത്ത്, ഓക്കെ, വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ആ വെലോസിറ്റി ഓഫ് ബോട്ട് വരും. കാരണം ഇത് ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് മിനിമം ടൈം കിട്ടുന്നത്. അപ്പോൾ 200 ബൈ, റിവറിൻ്റെ, ഓക്കെ, ബോട്ടിൻ്റെ സ്പീഡ് 10 ആണ്. 200 by 10 ഈസ് ഈക്വൽ ടു നമുക്ക് 20 സെക്കൻഡ് വരും. അപ്പോൾ ടോട്ടൽ ടൈം, അപ്പോൾ ഇത് ഒരു സൈഡാണ്, വൺ സൈഡ് പോകാൻ, ഓക്കെ, വൺ സൈഡ് 20 സെക്കൻഡ് ആണ്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് 20 സെക്കൻഡ് ആണ്, അതായത് വൺ സൈഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാനുള്ള ടൈം T1 ഈസ് ഈക്വൽ ടു 20 സെക്കൻഡ് ആണ്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള T2, ഓക്കെ, അതും 20 സെക്കൻഡ് ആണ്. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ ടു കം ബാക്ക് ടു ദാറ്റ് ഇനിഷ്യൽ, ഓക്കെ. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ജേർണി ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഓഫ് ട്രാവൽ എന്ന് പറയുമ്പോൾ ബാങ്ക് ടു ബാങ്ക് വരണം, അതായത് ബാങ്ക് ടു ബാങ്ക്, ഓക്കെ, ഒരു ബാങ്കിൽ നിന്ന് പോയിട്ട് അവിടെ തിരിച്ച് ബാങ്ക് ടു തുടങ്ങിയ ബാങ്കിൽ തന്നെ തിരിച്ചു വരണം, ദാറ്റ് ഈസ് ഈക്വൽ ടു തുടങ്ങിയ ആ സൈഡിൽ തന്നെ തിരിച്ചു വരണം. അപ്പോൾ 2 ഇൻറ്റു 20 വരും, 40 സെക്കൻഡ് വരും. അപ്പോൾ ടോട്ടൽ ഡ്രിഫ്റ്റ്, ഓക്കെ, സോ ടോട്ടൽ, ഓക്കെ, സോ and the displacement along the river bank, okay, displacement along the river bank is equal to displacement along the river bank ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ റിവർ ബാങ്ക് എന്ന് പറയുമ്പോൾ നോക്കുക, സോ കാരണം ഇങ്ങോട്ടേക്ക് പോയിപ്പോൾ, കാരണം ഇങ്ങോട്ടേക്ക് ബോട്ടിൻ്റെ സ്പീഡ് ഇങ്ങോട്ടേക്കാണെങ്കിൽ റിവറിൻ്റെ സ്പീഡ് കാരണം ഇങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് വന്നു. അപ്പോൾ ഇത് ഡ്രിഫ്റ്റ് 1 വരും. പിന്നെ തിരിച്ച് വരുമ്പോഴും റിവറിൻ്റെ സ്പീഡ് കാരണം ഇങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. ഇത് ഡ്രിഫ്റ്റ് 2 വരും, ഡ്രിഫ്റ്റ് 2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് 1, ഓക്കെ, അങ്ങോട്ട് ഒരു സൈഡിൽ പോയപ്പോൾ ഡ്രിഫ്റ്റ് 1 പ്ലസ് ഡ്രിഫ്റ്റ് 2 എടുക്കുമ്പോൾ
ഇപ്പോൾ ഡ്രിഫ്റ്റ് 1 എന്ന് പറയുമ്പോൾ ഓക്കെ വെലോസിറ്റി ഓഫ് റിവർ ഇൻറ്റു ഒരു സൈഡിലോട്ട് പോകാൻ എടുത്ത ടൈം ടി പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ ഇൻറ്റു തിരിച്ചു വന്നപ്പോഴും അതേ ടൈം തന്നെയാണ്. സ്പീഡ് ഓഫ് റിവർ ഓക്കെ സ്പീഡ് ഓഫ് റിവർ ഈസ് ഈക്വൽ ടു റിവറിൻ്റെ സ്പീഡ് 5 ആണ്. സോ 5 ഇൻറ്റു സോ ഇവിടെ 5 ഇൻറ്റു 20 പ്ലസ് 5 ഇൻറ്റു 20 വരും. ഇവിടെ 100 പ്ലസ് 100 200. അതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ റിവർ ഓക്കെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ റിവർ ബാങ്ക് ഈസ് ഈക്വൽ ടു 200 വരും. ടോട്ടൽ ടൈം 40 സെക്കൻഡ് ആൻഡ് ടോട്ടൽ ഡ്രിഫ്റ്റ് 200 വരും. ഇവിടെ 40 സെക്കൻഡ് ആൻഡ് 200 മീറ്റർ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 39 ഓക്കെ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ അതായത് മിനിമം ടൈം എടുക്കാൻ ഓക്കെ സോ മിനിമം ടൈം എടുക്കാൻ ഷോർട്ടസ്റ്റ് പാത്ത് അല്ല നേരെ ഓക്കെ ബോട്ട് ഡയറക്റ്റായിട്ട് നേരെ അക്രോസ് റിവർ പോവുക. അപ്പോൾ അപ്പോഴായിരിക്കും അതിൻ്റെ ഫുൾ സ്പീഡ് അക്രോസ് റിവർ കിട്ടുന്നത്. അപ്പോൾ വിത്ത് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ബോട്ടാണ് ടൈം ടേക്ക് ടു ക്രോസ്. തിരിച്ചു വരാൻ അതേ ടൈം ആൻഡ് ടൈം ഇൻറ്റു സ്പീഡ് ഓഫ് റിവർ ആയിരിക്കും ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ റിവർ വരുന്നത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. 2 known resistance of R ohm and 2 R ohm and 1 unknown resistance X ohm are connected in a circuit as shown in the figure. If the equivalent resistance between points A and B in the circuit is X ohm, then the value of X is. ഇവിടെ നോക്കുക ഇവിടെ ഒരു R ohm ഇവിടെ ഒരു 2 R ohm പിന്നെ ഒരു X ohm. ഇവിടെ നോക്കുക ഇവിടെ R ohm ഇവിടെ 2 R ഇവിടെ X വരും. ഇതെങ്ങനെ ഒരു കോമ്പിനേഷൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ആർ എ ബി ഈസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. ഇത് എ ആർ ഇക്വലന്റ് ഓക്കെ ആർ ഇക്വലന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ ആർ എ ബി ഈസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. ഇവിടുത്തെ ആർ എ ബി എന്ന് പറയുമ്പോൾ സോ ആർ എ ബി ഈസ് ഈക്വൽ ടു ആർ എ ബി എന്ന് പറയുമ്പോൾ നോക്കുക സോ 2R സീരീസ് വിത്ത് എക്സ് 2R പ്ലസ് എക്സ് ദാറ്റ് ഈസ് പാരലൽ വിത്ത് ആർ ആണ്. 2R ഓക്കെ സോ 2R പ്ലസ് എക്സ് ഇത് രണ്ട് സീരീസ് ആണ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഇത് സീരീസിലാണ് വരുന്നത്. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഇത് സീരീസിൽ വരും ഇത് സീരീസിൽ വരും. അപ്പോൾ 2R പ്ലസ് എക്സ് പാരലൽ വിത്ത് ആർ വരും. അപ്പോൾ 2R പ്ലസ് എക്സ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ 2R പ്ലസ് എക്സ് പ്ലസ് ആർ വരും. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വരും. നോക്കുക നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 2R² പ്ലസ് എക്സ് ആർ ഇതിങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 3R പ്ലസ് എക്സ് ഇൻറ്റു 3R പ്ലസ് എക്സ് ഇൻറ്റു എക്സ് വരും. സോ ഇവിടെ ക്യാപിറ്റൽ എക്സ് കൊടുക്കുക ക്യാപിറ്റൽ എക്സ് അല്ലേ സോ ക്യാപിറ്റൽ എക്സ് ആർ ആൻഡ് ഇവിടെ എടുക്കുക നോക്കി ഇവിടെ എടുക്കുമ്പോൾ സോ 2R² പ്ലസ് എക്സ് ആർ ഈസ് ഈക്വൽ ടു 3RX ഓക്കെ 3RX പ്ലസ് x² വരും. ഓക്കെ ആൻഡ് ഇവിടെ നോക്കുക അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കുക ഇവിടെ x² വരുന്നുണ്ട് ഇവിടെ എക്സേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടൈമല്ല ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ x² പ്ലസ് 3RX മൈനസ് XR മൈനസ് 2R² ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ഓക്കെ x² പ്ലസ് 2RX മൈനസ് 2R² ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ എടുക്കുക മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഓക്കെ സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ഓക്കെ സോ പ്ലസ് ഓർ മൈനസ് മൈനസ് 2R പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് B² മൈനസ് 4AC. അപ്പോൾ 2R ഓൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു നെഗറ്റീവ് 2R² ബൈ 2 വരും. അപ്പോൾ നെഗറ്റീവ് 2R ഓക്കെ നെഗറ്റീവ് 2R പ്ലസ് ഓർ മൈനസ് ഓക്കെ ഇവിടെ 4R² പ്ലസ് 4R² പ്ലസ് 8R² ബൈ 2 വരും. ദിസ് ഈസ് ഈക്വൽ ടു സോ ഇവിടെ 12R² സോ നെഗറ്റീവ് 2R പ്ലസ് ഓർ മൈനസ് 12R² ബൈ 2 വരും. ഇവിടെ നോക്കുക ഈ ആറിൻ്റെ വാല്യൂ കാരണം ഈ റെസിസ്റ്റൻസ് ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കണം. കാരണം റെസിസ്റ്റൻസ് ആർ അല്ലെങ്കിൽ എക്സ് ഷുഡ് ബി പോസിറ്റീവ് ആണ്. റെസിസ്റ്റൻസ് ഷുഡ് ബി പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. നെഗറ്റീവ് വാല്യൂ വരാൻ പറ്റില്ല. റെസിസ്റ്റൻസ് ഓക്കെ റെസിസ്റ്റൻസ് എക്സ് ഷുഡ് ബി ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നോക്കുക ഈ വാല്യൂ അപ്പോൾ ഇത് നെഗറ്റീവ് പറ്റത്തില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് പറ്റുള്ളൂ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഓക്കെ 2R നെഗറ്റീവ് 2R പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 12 ഓക്കെ 12R² ബൈ 2 വരും. അപ്പോൾ നെഗറ്റീവ് 2R പ്ലസ് ഇവിടെ 4 ഇൻറ്റു 3 ആണ്. അപ്പോൾ 2 സ്ക്വയർ റൂട്ട് ഓഫ് 3R ബൈ R വരും. സോറി ബൈ 2 വരും. ബൈ 2 വരും. ഇവിടെ 2 കോമൺ അല്ലേ 2 എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം.
2, okay, so 2. ഇപ്പോൾ ഇവിടുത്തെ എക്സ് ഈസ് ഇക്കട്, അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ഈസ് ഇക്കട് ഇവിടെ ആറ് പുറത്തെടുക്കുമ്പോൾ സോ നെഗറ്റീവ് ആർ പ്ലസ് √3r വരും. ദാറ്റ് ഈസ് ഇക്കട് ആർ ഇൻറ്റു √3 മൈനസ് 1, ആർ ഇൻറ്റു √3 മൈനസ് 1 വരും. അപ്പോൾ എക്സ് ഈസ് ഇക്കട് ആർ ഇൻറ്റു √3 മൈനസ് 1. അപ്പോൾ എക്സ് ഈസ് ഇക്കട് ആർ ഇൻറ്റു √3 മൈനസ് 1 ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 40 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് അല്ലേ? യെസ്, ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. The energy of an electron in an orbit of Bohr atom is, okay, so energy in that, okay, nth level ആണ്. അപ്പോൾ energy in the nth level is -0.04 into E0 വരും. അപ്പോൾ energy in the nth level is equal, so നമുക്ക് എഴുതാം E0/n². ആണ്. Energy in the nth level is equal to E0/n² വരും. Where E0 is a ground state energy. So it's already പറഞ്ഞിട്ടുണ്ട്. E0 എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ആണ്. അപ്പോൾ E at n is equal to, so negative E0/n² ആണ്. And that is equal to negative E0/n². That is equal to negative 0.04 E0 ഇലക്ട്രോൺ വോൾട്ട് വരും. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോ 1/n² is equal to 0.04 വരും. അപ്പോൾ n² is equal to 1/0.04. 100/4 വരും, 25 വരും. അപ്പോൾ n² is equal to 25 and n is equal to 5 വരും. If L is the angular moment of the electron in this orbit and h is a Planck's constant and then 2πL/h. അപ്പോൾ ബോർ പോസിറ്റീവ് പ്രകാരം അപ്പോൾ ആംഗുലാർ മൊമെൻ്റ് എൽ എൻ is equal to, ഓക്കെ, NH/2π ആണ്. സോ NH/2π വരും. സോ ഇൻ ദ nth ഓർബിറ്റ്, ഓക്കെ, ദ ആംഗുലാർ മൊമെൻ്റം is equal to NH/2π. ഇവിടെ നോക്കുക, ഇവിടുത്തെ അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഓക്കെ, L is angular momentum of the electron in this orbit. അപ്പോൾ L is equal to, സോ NH/2π ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ 2πL/h ആണ്. സോ ഇവിടെ നോക്കുക, അപ്പോൾ 2πL/, സോ 2πL/h എന്ന് പറയുമ്പോൾ അത് n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n വരും. അപ്പോൾ 2πL/h എന്ന് പറയുമ്പോൾ ആ ഓർബിറ്റിൻ്റെ നമ്പറാണ്. സോ 2πL/h is equal to n and n-ൻ്റെ വാല്യൂ 5 വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 41 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 5. So question number 41 and the answer option 3 വരും. Okay. Next question number 42. An infinite long straight wire carrying a current I is bent in a planar shape as shown in the diagram. The radius of the circular part is small r. The magnetic field at the center of the circular loop is. ഇവിടെ നോക്കിയാൽ കറണ്ട് ആയി ഇങ്ങനെ വരുന്നു, ആൻഡ് ആ കറണ്ട് ആയി ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, ആൻഡ് കറണ്ട് ആയി ഇതിൽ കൂടെ പോകും. ഇത് ഞാൻ എലമെൻറ്റ് 1, ഇത് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ താഴത്തെ എലമെൻറ്റ് 1 ആയിട്ട് എടുക്കാം, മുകളിലത്തെ എലമെൻറ്റ് 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കാം, ഇത് എലമെൻറ്റ് 1, ഇത് എലമെൻറ്റ് 2. അപ്പോൾ ഇത് നോക്കുക, ഇത് എലമെൻറ്റ് 1, ഇത് എലമെൻറ്റ് 1 ആണ്, ഇത് എലമെൻറ്റ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് r വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, ഓക്കെ, സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് B at O is equal to, so B at O എന്ന് പറയുമ്പോൾ B at O is equal to B due to 1, okay, B due to 1 element 1, B due to element 1 പ്ലസ്, അതായത് ഈ സ്ട്രെയിറ്റ് വയർ ആണ്, പ്ലസ് B due to, okay, B due to element 2 ആണ്. So B due to 1, okay, so B due to 1 എന്ന് പറയുമ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ നോക്കുക, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ എടുക്കുമ്പോൾ സോ സ്ട്രെയിറ്റ് വയർ ആണ്, കറണ്ടായി ഇങ്ങനെ പോകുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് സ്മോൾ r വരും, ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ r ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ r വരും. അപ്പോൾ B due to 1, okay, B due to 1 is equal to, so mu0, okay, mu0 സ്ട്രെയിറ്റ് വയർ ആണ്, mu0 I/2πr, and that is coming out അല്ലേ, that is coming out ആണ്. സോ നോക്കുക, അപ്പോൾ സ്ട്രെയിറ്റ് വയർ കറണ്ടായി ഇങ്ങനെ പോകുന്നു, അപ്പോൾ ഈ പോയിന്റ് എടുക്കുമ്പോൾ ഇവിടെ കമ്മിങ് ഔട്ട് ആണ്. സോ ദിസ് ഈസ് കമ്മിങ് ഔട്ട്, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ദിസ് ഈസ് കമ്മിങ് ഔട്ട് വരും, ദിസ് ഈസ് കമ്മിങ് ഔട്ട്, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ അത് അലോങ് ദ I ഡയറക്ഷൻ, കാരണം I എന്ന് പറയുമ്പോൾ സോ I ഈസ് കമ്മിങ് ഔട്ട് ആണ്. അപ്പോൾ I ഡയറക്ഷൻ എടുക്കുമ്പോൾ I ഡയറക്ഷൻ ഈസ് കമ്മിങ് ഔട്ട്. അപ്പോൾ mu0 I/2πr I ക്യാപ്പ് വരും, I ക്യാപ്പ്. അടുത്ത സർക്കുലർ ലൂപ്പ് എടുക്കുമ്പോൾ, ആ സർക്കുലർ ലൂപ്പ് എടുക്കുമ്പോൾ കറണ്ടായി ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ B2 വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും, B2 വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ. ഇപ്പോൾ B2 എടുക്കുമ്പോൾ ഇത് എലമെൻറ്റ് 2 ആണ്. അപ്പോൾ B2 ഈസ് ഈക്വൽ ടു, സോ mu0 I/2r വരും, അത് നെഗറ്റീവ് I വരും. ഇപ്പോൾ B at O, സോ B at O ഈസ് ഈക്വൽ ടു B1 എന്ന് പറയുമ്പോൾ സോ mu0 I/2πr I
എടുക്കുക മ്യൂ നോട്ട് ഐ ബൈ, അടുത്ത് മ്യൂ നോട്ട് ഐ ബൈ 2r, ഓക്കെ 2r, മ്യൂ നോട്ട് ഐ ബൈ 2r ഐ വരും. ഇവിടെ നോക്കുക നമ്മൾ എടുക്കുമ്പോൾ മ്യൂ നോട്ട് ഐ ബൈ 2r ഈസ് ഈക്വൽ ടു 1/π മൈനസ് 1/π മൈനസ് 1 ഐ വരും. ഇവിടെ പൈ പുറത്തെടുത്തിട്ടുണ്ട്, അപ്പോൾ പൈ പുറത്തെടുക്കാം. അപ്പോൾ മ്യൂ നോട്ട് ഐ ബൈ 2π, 2r ഇൻറ്റു 1 മൈനസ് പൈ ഡിവൈഡഡ് ബൈ പൈ ഐ വരും. അപ്പോൾ മ്യൂ നോട്ട് ഐ ബൈ 2πr ഇൻറ്റു 1 മൈനസ് പൈ ഐ വരും. മ്യൂ നോട്ട് ഐ ബൈ 2πr ഇൻറ്റു 1 മൈനസ് പൈ ഐ വരും. ആൻഡ് ഇവിടെ നോക്കുക, അപ്പോൾ 1 മൈനസ് പൈ എന്നൊരു ഓപ്ഷൻ ഇല്ല, അപ്പോൾ പൈ മൈനസ് 1 ഉണ്ട്. പൈ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പൈ മൈനസ് 1 ആകുമ്പോൾ നെഗറ്റീവ് പുറത്ത് വരും. അപ്പോൾ നെഗറ്റീവ് മ്യൂ നോട്ട് ഐ ബൈ 2πr ഇൻറ്റു പൈ മൈനസ് 1 ഐ ക്യാപ്പ് വരും. അപ്പോൾ നെഗറ്റീവ് മ്യൂ നോട്ട് ഐ ബൈ 2πr ഇൻറ്റു പൈ മൈനസ് 1 ഐ വരും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. A large drum having a radius r is spinning around its axis with an angular velocity omega are shown in the figure. The minimum value of omega so that the body of mass m remains stuck to the inner wall of the drum. Taking the coefficient of friction between the drum and surface and the mass m is mu is. ഇവിടെ നോക്കുക, ഇപ്പോൾ ഒരു ഡ്രം it is rotating with an angular speed omega ആണ്. It's rotating with an angular speed omega. വരും. ഇവിടെ നോക്കുക, ഇതിൻ്റെ റേഡിയസ് r ആണ്. വരും. ഒരു മാസ് ബ്ലോക്ക് ഓഫ് മാസ് എം ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആർ റേഡിയസ് ഉള്ള സർക്കുലർ പാതയുടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോർമൽ ഫോഴ്സ് n വരും. അപ്പോൾ ഈ നോർമൽ ഫോഴ്സ് ആണ് ഇവിടെ. നോർമൽ ഫോഴ്സ് വിൽ പ്രൊവൈഡ് നോർമൽ ഫോഴ്സ് n പ്രൊവൈഡ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് n പ്രൊവൈഡ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു m ഇൻറ്റു m എഫ് സി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു മാസ് m ആണ്, മാസ് m അല്ലേ, ക്യാപിറ്റൽ M ഇൻറ്റു r ഒമേഗ സ്ക്വയർ വരും. mr ഒമേഗ സ്ക്വയർ വരും. നമുക്ക് ആംഗുലർ സ്പീഡ് അല്ലേ കണ്ടുപിടിക്കണ്ടേ അല്ലേ? അത് ആംഗുലർ സ്പീഡ് ഒമേഗയാണ് കണ്ടുപിടിക്കണ്ടേ. ആംഗുലർ സ്പീഡ് ഒമേഗ ഇവിടെ കണ്ടുപിടിക്കണ്ടേ. ഇവിടെ നോക്കുക, അപ്പോൾ n ഈസ് ഈക്വൽ ടു എഫ് സി mr ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ ഇത് താഴത്തോട്ട് പോകരുത്, അതാണ് കണ്ടീഷൻ. ഇറ്റ് റിമെയിൻസ് സ്റ്റക്ക് ടു ദ ഇന്നർ വാൾ ഓഫ് ദ ഡ്രം ആണ്, അതായത് ഇതിൻ്റെ ഇന്നർ വാളിനോട് സ്റ്റക്ക് ചെയ്ത് അതിന് ഇറ്റ് ഷുഡ് സ്റ്റേ ദെയർ, അത് ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ n വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ mg താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ ഷുഡ് ഇതിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ എഫ് ഷുഡ് ബി ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to mg വരും. ആൻഡ് F is equal to mu times n. വരും. that is equal to mu times n എന്ന് പറയുമ്പോൾ mr ഒമേഗ സ്ക്വയർ വരും. അപ്പം F is equal to mg, that is equal to mu mr ഒമേഗ സ്ക്വയർ is equal to mg വരും. ആൻഡ് ഇവിടെ m എടുക്കുമ്പോൾ ആൻഡ് ഇവിടെ ഒമേഗ സ്ക്വയർ is equal to g by mu r വരും. That means omega is equal to square root of g by mu r. വരും. omega is equal to square root of g by mu r, option 4. So അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. omega is equal to square root of g by mu r. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 43 അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 43 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. A body of mass 2 kg is moving along x direction such that its displacement as a function of time is given by x of t is equal to alpha t square plus beta t plus gamma m ആണ്. alpha 1 beta 1 gamma എല്ലാം 1 ആണ്. ആൽഫയുടെ വാല്യൂ 1 ആണ്, ആൻഡ് ബീറ്റയുടെ വാല്യൂ 1 ആണ്, ആൻഡ് ഗാമയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് സ്പീഡ് v is equal to സ്പീഡ് v of t is equal to അത് dx by dt ആണ്. dx by dt എന്ന് പറയുമ്പോൾ that is 2 alpha t plus beta. ഗാമ മീറ്റർ ആണ്. ദിസ് മച്ച് മീറ്റർ. ദിസ് ഈസ് m എന്ന് പറയുമ്പോൾ ഗാമ മീറ്റർ ആണ്. ഇത്രയും മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ ഗാമയുടെ വാല്യൂ ഇത് 0 വരും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് അറ്റ് ടൈം t is equal to 2 alpha t plus beta വരും. ആൽഫയും ബീറ്റയും 1 ആണ്. അപ്പോൾ v at t is equal to 2t
2t plus 1 വരും. അപ്പോൾ വെലോസിറ്റി അറ്റ് ടൈം t is equal to 2t plus 1 വരും. The work done on the body during the period of time interval t is equal to 2 to t is equal to 3 സെക്കൻഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാം. സോ വർക്ക് എനർജി തിയറം മാസ് ഓഫ് ബോഡി വന്നിട്ടില്ലേ, മാസ് ഓഫ് ബോഡി വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നെറ്റ് വർക്ക് ഡൺ is equal to ഡെൽറ്റ കെ ആണ്. ഡെൽറ്റ കെ ഇവിടുത്തെ മാസ് ഓഫ് ബോഡി 2 കിലോഗ്രാം ആണ്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ between t is equal to 2 second and t is equal to between t is equal to 2 second and t is equal to 3 second. അതിനിടയ്ക്ക് ഇത് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി അറ്റ് t is equal to 3 second minus കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ വരും. So that is equal to kinetic energy at t is equal to 3 second minus kinetic energy at t is equal to 2 second എടുത്താൽ മതി. ഇവിടെ നോക്കാം. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ അപ്പോൾ t is equal to 2 to t is equal to 3 ആണ്. ഹാഫ് ഇൻറ്റു m ഇൻറ്റു വെലോസിറ്റി അറ്റ് t is equal to 3 all square minus വെലോസിറ്റി അറ്റ് t is equal to 2 all square വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു m എന്ന് എടുക്കുന്നത് ഹാഫ് ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ 2 ഇൻറ്റു വെലോസിറ്റി അറ്റ് t is equal to 3 എന്ന് പറയുമ്പോൾ 2t 2 ഇൻറ്റു 2t പ്ലസ് 1 ഇവിടെ 2 ഇൻറ്റു 3 വെലോസിറ്റി അറ്റ് t is equal to 3 എന്ന് പറയുമ്പോൾ വെലോസിറ്റി അറ്റ് t is equal to 3 വെലോസിറ്റിയുടെ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. 2 ഇൻറ്റു 3 പ്ലസ് 1 വരും 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. 7 സ്ക്വയർ 7 സ്ക്വയർ മൈനസ് വെലോസിറ്റി അറ്റ് t is equal to 2 എടുക്കുമ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ വരും. ഇപ്പോൾ ഇവിടെ 1 ഇൻറ്റു 49 മൈനസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ജൂൾ. ഇപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ between the net work done during 2 second to 3 second എടുക്കുമ്പോൾ that is 24 ജൂൾ വരും. അതിൻ്റെ ആൻസർ 24 ജൂൾ ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 44 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. Next question number 45. As shown in the diagram, when the incident ray is parallel to base of prism, the emergent ray graces along the second surface. അപ്പോൾ ഇൻസിഡന്റ് റേ പാരലൽ ടു ബേസ് ഓഫ് പ്രിസം ആണ് ആൻഡ് എമർജന്റ് റേ ഗ്രേസസ് അലോങ് ദ സെക്കൻഡ് സർഫേസ്. The refractive index of the prism material is equal to √2 the angle theta of the prism. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഇൻസിഡന്റ് റേ ദാറ്റ് ഈസ് പാരലൽ ടു പ്രിസം ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ആൻഡ് ഇവിടുത്തെ നോർമൽ ഇവിടുത്തെ നോക്കുക. അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 45 ഡിഗ്രി ആകുമ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇവിടുത്തെ നോർമൽ ടു ദാറ്റ് പ്ലെയിൻ നോർമൽ ടു ഇതിൻ്റെ നോർമലി ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഈ ആംഗിൾ ഇവിടുത്തെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഇൻസിഡന്റ് ആംഗിൾ വരുമ്പോൾ ഇൻസിഡന്റ് ആംഗിൾ I is equal to അത് 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ആംഗിൾ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ആംഗിൾ എടുക്കുമ്പോൾ പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഇത് ഇവിടുന്ന് ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ഇത് റിഫ്രാക്റ്റഡ് റേ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ആംഗിൾ തീറ്റ, ഇവിടുത്തെ ആംഗിൾ എ എന്ന് കൊടുക്കാം. ആൻഡ് ഇവിടുത്തെ നോർമലിൻ്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഇവിടുത്തെ നോർമൽ ഡയറക്ഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ എമർജന്റ് റേ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഫൈനൽ എമർജന്റ് റേ എടുക്കുമ്പോൾ ഇത് ഈ ഡയറക്ഷൻ പോകും. ഇതാണ് ഫൈനൽ എമർജന്റ് റേ. അപ്പോൾ ജസ്റ്റ് ഇതിനെ സർഫസിനെ ഗ്രേസ് ചെയ്തുകൊണ്ട് ഇത് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ R1 വരും. ഇവിടുത്തെ ആംഗിൾ R2 വരും. ഈ ആംഗിൾ R1. R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു ഈ പ്രശ്നത്തിൻ്റെ ആംഗിൾ ഈ എ വരും. R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു എ വരും. ഇവിടുത്തെ സൈൻ I നമുക്ക് ഇങ്ങനെ എഴുതാം. N1. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിൻ്റെ n ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. ഇവിടുത്തെ N1 ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടുത്തെ N1 ഇതും N1 1 ആണ്. ഇവിടുത്തെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം. സ്നെൽസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ
സോ 1 ഇൻറ്റു സോ n1 ഇൻറ്റു അല്ലെങ്കിൽ ഇവിടെ n2 സോ ഇവിടെ n3 എന്നുള്ള എഴുതാം. ഇവിടെ n3 ഈസ് ഈക്വൽ ടു 1 കാരണം ഇവിടെ ഔട്ട് സൈഡ് എയർ ആണ്. n1 ഇൻറ്റു സൈൻ ഐ ഈസ് ഈക്വൽ ടു സോ n2 ഇൻറ്റു സൈൻ ആർ വരും. സൈൻ r1 നോക്കുക ഇവിടെ n-ൻ്റെ വാല്യൂ √2 ആണ്. 1 ഇൻറ്റു സൈൻ 45 സോ 1 ബൈ n2 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു സൈൻ r2 വരും. സോറി സൈൻ r1 ഇവിടുത്തെ സൈൻ r1 വരും. അപ്പോൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക ഇവിടെ 1/√2 സോ ഇവിടെ 1/√2 ഇൻറ്റു 1/√2 ഈസ് ഈക്വൽ ടു സൈൻ r1. അപ്പോൾ സൈൻ r1 ഈസ് ഈക്വൽ ടു 1/2 വരും. സോ r1 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ r1ൻ്റെ വാല്യൂ 30 ഡിഗ്രിയാണ്. ഇനി ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക √2 സോ n2 ഇൻറ്റു സൈൻ r2 ഈസ് ഈക്വൽ ടു എമർജൻറ്റ് റേ ആണ് അത് n3 ഇൻറ്റു സൈൻ എമർജൻറ്റ് റേ വരും സൈൻ ഇ. അപ്പോൾ ഇവിടെ നോക്കുക n2ൻ്റെ വാല്യൂ √2 ആണ്. n2 ഇൻറ്റു സൈൻ r2 n3യുടെ വാല്യൂ 1 ആണ്. ഇത് എയറിലോട്ടാണ് പോകുന്നത്. ആൻഡ് സൈൻ ഇ എന്ന് പറയുമ്പോൾ സൈൻ 90 വരും. സൈൻ 90 ഇവിടെ നോക്കുക സൈൻ r2 ഈസ് ഈക്വൽ ടു 1/√2 വരും. ദാറ്റ് മീൻസ് r2 ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി വരും. അപ്പോൾ r2 ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഈ പ്രസത്തിൻ്റെ ഈ ആംഗിൾ എ എന്ന് പറയുമ്പോൾ ഈ എ എന്ന് പറഞ്ഞ ആംഗിൾ സോ എ ഈസ് ഈക്വൽ ടു അത് r1 പ്ലസ് r2 ആണ്. എ ഈസ് ഈക്വൽ ടു അത് r1 പ്ലസ് r2 വരും. അപ്പോൾ r1 പ്ലസ് r2 സോ ആംഗിൾ ഓഫ് പ്രസം r1 പ്ലസ് r2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 പ്ലസ് 45 75 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രസത്തിൻ്റെ ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ആംഗിൾ 45, ഈ ആംഗിൾ 75, ഈ ആംഗിൾ തീറ്റ വരും. അപ്പോൾ 45 പ്ലസ് 75 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 180 വരും. ഇവിടെ 80 പ്ലസ് 40 ഇവിടെ 120 പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയാണ് ക്വസ്റ്റ്യൻ നമ്പർ 45 ഓപ്ഷൻ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 45 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പോൾ ന്യൂമറിക്കൽ പാർട്ടാണ്, ഇൻറ്റിജർ പാർട്ടാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫ്രീക്വൻസി 100 മെഗാഹെർട്സ് പ്രൊപ്പഗേറ്റ് ത്രൂ എ മീഡിയം ഓഫ് കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു സോ 10 mho per meter അല്ലെങ്കിൽ 10 Siemens. The ratio maximum conducting current density to maximum displacement current density is. അപ്പോൾ കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുമ്പോൾ കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി ജെ കണ്ടക്ടിങ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്കറിയാം കറണ്ട് I/A ആണ്. പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് എഴുതാം. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി ജെ സി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ വരും. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ വരും. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് മാക്സിമം ദ റേഷ്യോ മാക്സിമം കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ജെ സി എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ജെ സി ഈസ് ഈക്വൽ ടു കണ്ടക്ടിങ് കറണ്ട് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ഇ നോട്ട് വരും. അപ്പോൾ സിഗ്മയുടെ വാല്യൂ വന്നിട്ടുണ്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു 10 വന്നിട്ടുണ്ട്. ഇനി റേഷ്യോ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇക്വേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ ഡി എന്ന് പറയുമ്പോൾ ഐ ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം അത് പെട്ടെന്ന് മറന്നു പോകണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. കപ്പാസിറ്റർ പ്ലെയിൻ്റെ ഇടയ്ക്കുള്ള ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷൻ എടുക്കുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എടുത്താൽ മതി. ഡി ക്യൂ ബൈ ഡി എന്ന് പറയുമ്പോൾ എപ്സിലോൺ നോട്ട് എ ബൈ ഡി ഇൻറ്റു വി എന്ന് പറയുമ്പോൾ ഇ ഡി വരും. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ എ ഇൻറ്റു എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ആണ്. ഡി ഫൈവ് ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ എപ്സിലോൺ നോട്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് വരും. അപ്പോൾ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഫൈവ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഫൈവ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഇ ഇൻറ്റു ഏരിയ. ഡി ബൈ ഡി ടി ഓഫ് ഇ ഇൻറ്റു ഏരിയ വരും.
d by dt of E into area. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇൻറ്റു സോ ഡി ബൈ ഡി ടി ഓഫ് ഇ എ വരും. അപ്പോൾ നമുക്ക് എ പുറത്തെടുക്കാം. ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇൻറ്റു എ ഇൻറ്റു ഡി ബൈ ഡി ടി വരും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി അപ്പോൾ ജെ ഡി എന്ന് പറയുമ്പോൾ സോ ജെ ഡി ഈസ് ഈക്വൽ ടു ഐ ഡി ബൈ എ എടുക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി സോ ഞാൻ ജെ ഡി എന്ന് കൊടുക്കാം, മറ്റേ ജെ സി എന്ന് കൊടുത്തില്ല. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡി ബൈ എ ഈസ് ഈക്വൽ ടു അത് എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി ആണ്. എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി. അപ്പോൾ നോക്കുക ജെ സിയുടെ മാക്സിമം വാല്യൂ ജെ സിയുടെ മാക്സിമം വാല്യൂ സിഗ്മ ഇൻറ്റു ഇ നോട്ടാണ്. അപ്പോൾ ജെ സി മാക്സ് ഈസ് ഈക്വൽ ടു ജെ സി മാക്സ് സിഗ്മ ഇൻറ്റു ഇ നോട്ട് വരും. ഇനി ജെ ഡിയുടെ മാക്സ് സോ ജെ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ സോ ഇയുടെ വാല്യൂ ഇ ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി വരും. സോ ഡി ബൈ ഡി ടി ഓഫ് സോ ഇ നോട്ട് ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോൾ ജെ ഡിയുടെ വാല്യൂ എടുക്കുമ്പോൾ സോ എപ്സിലോൺ നോട്ട് ഇൻറ്റു ഇവിടെ നോക്കി ഇവിടെ ഇ നോട്ട് ഇൻറ്റു കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി ഇൻറ്റു നെഗറ്റീവ് ഒമേഗ വരും. ഇവിടെ നോക്കി ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഈ കോസ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കണം. അപ്പോൾ ജെ ഡി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ 1 ആയിരിക്കണം. ഈ വാല്യൂ 1 വരണം. സോ ഈ വാല്യൂ ഇതിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ എപ്സിലോൺ നോട്ട് ഇൻറ്റു ഇ നോട്ട് ഇൻറ്റു ഒമേഗ വരും. എപ്സിലോൺ നോട്ട് ഇൻറ്റു ഇ നോട്ട് ഇൻറ്റു ഒമേഗ ആയിരിക്കും. അപ്പോൾ അതാണ് ജെ ഡി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയുടെ മാക്സിമം വാല്യൂ അത്രയും വരും. അപ്പോൾ അതിൻ്റെ റേഷ്യോ മാക്സിമം കണ്ടക്റ്റിംഗ് കറണ്ട് ഡെൻസിറ്റി ടു മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ആണ്. അപ്പോൾ ജെ സി മാക്സ് ടു ജെ ഡി മാക്സ് എടുക്കുമ്പോൾ സിഗ്മ ഇൻറ്റു എപ്സിലോൺ നോട്ട് ഇൻറ്റു സിഗ്മ ഇൻറ്റു ഇ നോട്ട് ഇൻറ്റു എപ്സിലോൺ നോട്ട് ഇൻറ്റു ഇ നോട്ട് ഇൻറ്റു ഒമേഗ വരും. നോക്കുക അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെ ഇ നോട്ട് ക്യാൻസൽ ആയി പോലെ ഇവിടുത്തെ ഇ നോട്ട് ക്യാൻസൽ ആയി പോകും. ഇവിടെ നോക്കുക. ആൻഡ് ഇവിടെ ഇവിടെ ഫൈനലി ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ഒമേഗ വരും. അപ്പോൾ ഒമേഗനെ ഞാൻ ഒമേഗ ഈസ് ഈക്വൽ ടു 2π f എന്ന് എഴുതാം. 2π f. ആൻഡ് ഇവിടെ നോക്കുക. ഇവിടെ 4π ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഇവിടെ സിഗ്മ ബൈ 4π എപ്സിലോൺ നോട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഞാൻ 4π മുകളിലും വരും. ആൻഡ് ഇവിടെ ഒമേഗ എന്ന് പറയുമ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു അത് 2π f ആണ്. 2π f വരും. ഇപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇതും ക്യാൻസലായിട്ട് ഇവിടെ 2 വരും. ആൻഡ് 1/4π എപ്സിലോൺ നോട്ട് എന്ന് പറയുമ്പോൾ അത് 9 ഇൻറ്റു സോ ഇവിടെ സിഗ്മ ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 10⁹9 ഇൻറ്റു 2 വരും. 2 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുക 1/4π എപ്സിലോൺ നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു അത് 9 ഇൻറ്റു 10⁹9 ആണ്. ആ വാല്യൂ ഇവിടെ എടുത്തു. പിന്നെ ഇവിടെ എഫ് വരും. ഫ്രീക്വൻസിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ആ ഫ്രീക്വൻസി ഓഫ് വേവ് ഈസ് ഈക്വൽ ടു 100 മെഗാഹെർട്സ് ആണ്. 100 മെഗാഹെർട്സ് വരും. അപ്പോൾ നോക്കുക അവിടെ 100 മെഗാഹെർട്സ് എന്ന് പറയുമ്പോൾ സോ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു സോ 100 ഇൻറ്റു 10⁶ ഹെർട്സ് വരും. സോ 100 ഇൻറ്റു 10⁶ ആണ്. അപ്പോൾ സിഗ്മ ഇൻറ്റു 18 ഇൻറ്റു 10⁹9 ബൈ 10⁸ വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു സോ 18 ഇൻറ്റു 10 വരും. സോ 180 സിഗ്മ വരും. 180 സിഗ്മ. സിഗ്മയുടെ വാല്യൂ കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കണ്ടക്ഷൻ കറണ്ടിൻ്റെ മാക്സിമം ഡെൻസിറ്റി ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ മാക്സിമം ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ കണ്ടക്ടിവിറ്റി. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 10 ആണ്. 10. അപ്പോൾ 10 ഇൻറ്റു 180 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 180. സോ 10 ഇൻറ്റു 180 വരും. സോ 1800. അപ്പോൾ അതിൻ്റെ ആൻസർ 1800 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഈസ് ഈക്വൽ ടു 1800 വരും. അപ്പോൾ അതിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1800. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 46 1800 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The terminal velocity of a metallic ball of radius 6 mm in a viscous fluid is 20 cm/s. The terminal velocity of another ball of same material and having radius 3 mm in the same fluid will be. So terminal velocity Vt is equal to 2r square into sigma minus rho g by 9 eta വരും. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം സെയിം ആണ്. സോ
സെയിം മെറ്റീരിയൽ, ഓക്കെ സെയിം ലിക്വിഡ്, ഓക്കെ സെയിം മെറ്റീരിയൽ സെയിം ഫ്ലൂയിഡ് ആണ്. അപ്പോൾ സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റോ സിഗ്മ സെയിം, ഗ്രാവിറ്റി സെയിം, സെയിം ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കോഷ്യൻ വിസ്കോസിറ്റി ഈ ടൈം സെയിം. അപ്പോൾ ഫൈനലി അപ്പോൾ ഇവിടെ ഈറ്റ സെയിം ആൻഡ് സിഗ്മ റോ സിഗ്മ ഇതും സെയിം ആണ്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വി ടെർമിനൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഓക്കെ സോ VT1 സോ V1 പ്രൊപ്പോർഷണൽ ടു R1 സ്ക്വയർ ആൻഡ് V2 പ്രൊപ്പോർഷണൽ ടു R2 സ്ക്വയർ വരും. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു സോ V1 20 ആണ് ആൻഡ് R1 6 വരും ആൻഡ് V2 വാല്യൂ കണ്ടുപിടിക്കണം. R2 ഈസ് ഈക്വൽ ടു 3 മില്ലിമീറ്റർ വരും. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ V1 ബൈ V2 ഈസ് ഈക്വൽ സോ V1 ബൈ V2 ഈസ് ഈക്വൽ സോ 6 സ്ക്വയർ ബൈ 3 സ്ക്വയർ വരും. അപ്പോൾ V2 എന്ന് പറയുമ്പോൾ V1 ഇൻറ്റു 3 സ്ക്വയർ ബൈ 6 സ്ക്വയർ വരും. അപ്പോൾ V1 എന്ന് പറയുമ്പോൾ V1 ഈസ് ഈക്വൽ ടു 20 ആണ്. 20 ഇൻറ്റു ഓക്കെ 6 സ്ക്വയർ ബൈ 3 സ്ക്വയർ 3 സ്ക്വയർ ബൈ 6 സ്ക്വയർ ആണ്, മാറിപ്പോയി. അപ്പോൾ 3 സ്ക്വയർ ബൈ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 ബൈ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ ടെർമിനൽ വെലോസിറ്റി 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 47 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. A particle having electric charge 3 into 10 to the power negative 19 coulomb and mass 6 into 10 to the power negative 27 kilogram is accelerated by an applying an electric potential 1.21 volt. Wavelength of the matter wave associated with the particle is alpha into 10 to the power negative 12. Okay, negative 12 meter, the value of alpha. So de Broglie wavelength, okay, so de Broglie wavelength lambda is equal to h by square root of 2m kinetic energy ആണ്. ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഇക്വൽ. സോ ഇവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇപ്പോൾ ഇതൊരു ചാർജ് പാർട്ടിക്കിൾ ആണ്. ഇറ്റ് ഈസ് ആക്സഡ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഓക്കെ കൈനറ്റിക് എനർജി ഗെയിൻ ഈസ് ഇക്വൽ. സോ കൈനറ്റിക് എനർജി ഗെയിൻ ഈസ് ഇക്വൽ ടു സോ Q ഇൻറ്റു വി വരും. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു അതിൻ്റെ Q ചാർജ് പാർട്ടിക്കിൾ ഈസ് ഇക്വൽ ടു അതിൻ്റെ ഇലക്ട്രിക് ചാർജ് Q ഈസ് ഇക്വൽ സോ 3 ഇൻറ്റു 10 to the power negative 19 ഇൻറ്റു പൊട്ടൻഷ്യൽ 1.21 വരും. അപ്പോൾ kinetic energy is equal to QV, that is equal to 3 into 1.21 into 10 to the power negative 19 വരും. And mass of particle is equal to mass m is equal to 6 into 10 to the power negative 27 വരും കിലോഗ്രാം. ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ലാംഡ is equal to Planck's constant, ഓക്കെ 6.6 into 10 to the power negative 34 square root of 2 into 6, okay 2 into 6 into 10 to the power negative 27 into 3 into 1.21 into 10 to the power negative 19 വരും. ഇവിടെ നോക്കുക, ഇവിടെ 6, ഓക്കെ ഇവിടെ നോക്കുക, ഇവിടെ 3 ഉണ്ട്, ഓക്കെ ഇവിടെ നോക്കുക, ഇവിടെ ലാംഡ is equal to 6.6 into 10 to the power negative 34 and divided by ഇവിടെ നോക്കുക സ്ക്വയർ റൂട്ട് ഓഫ് ഓക്കെ ഇവിടെ 6 ഉണ്ട്, ഓക്കെ ഇവിടെ 6 into 6 വരും, 6 into 6 1.21 ആൻഡ് ഇവിടെ എടുക്കുന്നത് സോ 27 ഓക്കെ 27 19 എന്ന് പറയുമ്പോൾ 6 ഇവിടെ 46 വരില്ലേ, ഇവിടെ 10 to the power negative 46 വരും. ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നോക്കി, ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എളുപ്പമാണ്. ലാംഡ is equal to ഇവിടെ 6.6 into 10 to the power negative 34 ബൈ ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 1.1 വരും, 10 to the power negative 23 വരും. ഇവിടെ നോക്കി ഇവിടെ 6.6 into 10 to the power negative 34 by 6.6 into 10 to the power negative 23 that is equal to alpha 1 ആണോ സോറി ഇവിടെ 1 into ഓക്കെ 1 into 10 to the power ഓക്കെ negative 34 plus 23 വരും. ഇവിടെ 1 into 10 to the power negative 11 വരും. ഓക്കെ സോ നമുക്ക് negative 12 ആക്കണം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ദിസ് ഈസ് ഈക്വൽ ടു 10 into 10 to the power negative 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 10 to the power negative 12 ആൽഫ ഈസ് ഈക്വൽ ടു 10 വരും. അപ്പോൾ ആൽഫയുടെ വാല്യൂ ആൽഫ ഈസ് ഈക്വൽ ടു 10 വരും. ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് 10. ക്വസ്റ്റ്യൻ നമ്പർ 48 അതിൻ്റെ ആൻസർ 10 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 49. In a Young's double slit experiment setup, okay, two slits are at 0.4 millimeter apart.
പിന്നെ സ്മോൾ ഡി, ഓക്കെ, സ്മോൾ ഡി നമ്മളിങ്ങനെ എടുക്കാം. The slit separation, okay, slit separation is okay. The slit in the separation, okay, that is equal to D. So small d is equal to 0.4 millimeter. അപ്പോൾ അത് 0.4 ഇൻറ്റു 10⁻³ ആണ്. സോ 4 ഇൻറ്റു 10⁻⁻4 മീറ്റർ വരും. ആൻഡ് ദ സ്ക്രീൻ ഈസ് പ്ലേസ് അറ്റ് 1 മീറ്റർ ഫ്രം ദ സ്ലിറ്റ്. ഓക്കെ, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 1 മീറ്റർ വരും. ആൻഡ് ക്യാപിറ്റൽ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് സ്ക്രീൻ ഈസ് പ്ലേസ് അറ്റ് 1 മീറ്റർ ഫ്രം ദ സ്ലിറ്റ്സ് ആണ്. If a thin transparent sheet of thickness 20 micrometer is introduced in front of one of the slit, then the center bright fringe, okay, bright fringe shift by 20 millimeter on the screen. The refractive index of the transparent sheet is given by alpha by 10. Find the value of alpha ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക. അപ്പോൾ ഇവിടെയായിരുന്നു സെൻട്രൽ ബ്രൈറ്റ് വരേണ്ടത്. പക്ഷേ ഇവിടെ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഇത് ഷിഫ്റ്റഡ് ടു, ഓക്കെ, ഷിഫ്റ്റഡ് അപ്വേർഡ്. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടുപിടിക്കണം, അത് എവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഷിഫ്റ്റഡ് അപ്വേർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഷിഫ്റ്റഡ് ബൈ, അപ്പോൾ ഈ ഷിഫ്റ്റഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു, ഈ ഷിഫ്റ്റഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു 20 millimeter ആണ്. 20 millimeter വരും. അപ്പോൾ 20 ഇൻറ്റു 10⁻³ ആൻഡ് ഇവിടുത്തെ ഇതിൻ്റെ തിക്നെസ് ടി വരും. ഇതിൻ്റെ തിക്നെസ് ടി ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 10⁻⁻6 മീറ്റർ വരും. ഇവിടെ നോക്കുക, ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എടുക്കുക. നോക്കുക, ഇവിടെ പാത്ത് ഡിഫറൻസ്, ഇവിടെ ഡെൽറ്റ എക്സ് വരും, ഇവിടെ ഡെൽറ്റ എക്സ്, ഓക്കെ, ഇവിടെ ഈ ആംഗിൾ തീറ്റ, ഇവിടെ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ്, ഇവിടെ ഡി വരും, ഇവിടെ ആംഗിൾ തീറ്റ, ഇവിടെ അതേ തീറ്റ, ഇവിടെ വൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി വരും. ഇവിടെ നോക്കുക, തീറ്റ ഈസ് ഈക്വൽ, സോ തീറ്റ ഈസ് ഈക്വൽ ഡെൽറ്റ എക്സ് ബൈ ഡി ഈസ് ഈക്വൽ, സോ വൈ ബൈ ഡി വരും. ഇപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എക്സ് പറയുമ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ, ഡെൽറ്റ എക്സ് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് ആണ്. ഡെൽറ്റ എക്സ് ഈസ് എ പാത്ത് ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈക്വൽ, സോ മ്യൂ ടി, സോ മ്യൂ ടൈംസ് ടി മൈനസ് ടി വരും. ഇപ്പോൾ മ്യൂ എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, മ്യൂ എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കാരണം ഇവിടുത്തെ ഒപ്റ്റിക്കൽ പാത്ത് എടുക്കണം. അപ്പോൾ മ്യൂ ടി എന്ന് പറയുമ്പോൾ ഈ ഷീറ്റിൽ കൂടെ പോകുമ്പോഴുള്ള, സോ ഷീറ്റിൽ കൂടെ പോകുമ്പോൾ ഒപ്റ്റിക്കൽ പാത്താണ്. അപ്പോൾ ഇതിൻ്റെ, ഓക്കെ, സോ ഇതിൻ്റെ ഇത് മ്യൂ വരും. സോ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ, സോറി, ഇതിൻ്റെ തിക്നെസ് ടി, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ വരും. അപ്പോൾ ഡെൽറ്റ എക്സ്, ഓക്കെ, ഇവിടുത്തെ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ഡെൽറ്റ എക്സ് പാത്ത് ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടി മൈനസ് ടി വരും. അപ്പോൾ ഇവിടെ നോക്കുക, മ്യൂ ടി മൈനസ് ടി ബൈ ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ബൈ ഡി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ മ്യൂ മൈനസ് വൺ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി ഇൻറ്റു ടി വരും. അപ്പോൾ നോക്കുക, ഇത് ഷിഫ്റ്റ് ചെയ്ത ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 millimeter. So 20 into 10⁻³ into, okay, slit separation 4 into 10⁻⁻4. So 4 into 10⁻⁻4 divided by, okay, capital D 1 and thickness is equal to 20 micrometer. Okay, 20 into 10⁻⁻10. അപ്പോൾ നോക്കുക, ഇത് ക്യാൻസൽ ചെയ്യാൻ പാടില്ലേ, ഈ 20 ക്യാൻസൽ ചെയ്യാം അല്ലേ, 20 millimeter അല്ലേ. ആൻഡ് ഇവിടെ n-1, ഇവിടെ n-1 എടുക്കുമ്പോൾ n-1 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി, ഇവിടെ 4 ഇൻറ്റു, ഓക്കെ, ഇവിടെ 4 ഇൻറ്റു, ഇനി 4 ഇൻറ്റു 10⁻⁻7 ബൈ 10⁻⁻6 വരും. ദിസ് ഈസ് ഈക്വൽ, സോ 4 ഇൻറ്റു 10⁻⁻1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. ഓക്കെ, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സോറി, ഇവിടെ മ്യൂ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ വരും. സോ മ്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0.4, മ്യൂ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0.4 വരും. So mu is equal to, so 1 plus 0.4, so that is equal to 1.4 വരും. Refractive index mu is equal to 1.4 വരും. Refractive index, okay, refractive index, okay, so mu is equal to 1.4, that is equal to alpha by 10 തന്നിട്ടുണ്ട്. അപ്പോൾ alpha is equal to 1.4 into 10, that is equal to 14 വരും. അപ്പോൾ ആൽഫയുടെ വാല്യൂ, alpha is equal to 14 വരും. So here alpha, where alpha is 14, ആൽഫയുടെ വാല്യൂ 14 ആണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 14, ക്വസ്റ്റ്യൻ നമ്പർ 49, അതിൻ്റെ ആൻസർ 14 വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50, ഗ്യാസ്, ഓക്കെ, ഗാമ ഈസ് ഈക്വൽ ടു 1.4 does 100 joule of work
when it is expanded isobarically. ഇപ്പോൾ ഡയറ്റമിക് ഗ്യാസ് ആണ്. അപ്പോൾ അതിൻ്റെ സി പി, സോ സി പിയുടെ വാല്യൂ, സോ സി പി ഈസ് ഈക്വൽ ടു 7/2 RT ആണ്, 7/2 R ആണ്. ഓക്കെ, ഡസ് 100 ജൂൾ ഓഫ് വർക്ക്. അപ്പോൾ ഇതിൻ്റെ സി വിയുടെ വാല്യൂ സി വി ഈസ് ഈക്വൽ ടു 5/2 R ആയിരിക്കും. 100 ജൂൾ ഓഫ് വർക്ക് വെൻ ഈസ് എക്സ്പാൻഡഡ് ഐസോബാറിക്കലി. ഇത് ഐസോബാറിക് എക്സ്പാൻഷൻ ആണ്. ഐസോബാറിക് എക്സ്പാൻഷൻ വരുമ്പോൾ, സോ ഐസോബാറിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ, സോ നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, സോ പി ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ അത് NR ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഐസോബാറിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ പി ഡെൽറ്റ വി, സോ NR ഡെൽറ്റ ടി വരും. ദിസ് വൺ, ഓക്കെ, സോ അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ, അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, സോ NR ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു NR ഡെൽറ്റ ടി. സോ വർക്ക് ഡൺ, ഐസോബാറിക് എക്സ്പാൻഷൻ ആകുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി, സോ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു, സോ അത് NR ഡെൽറ്റ ടി ആണ്. സോ NR ഡെൽറ്റ ടി, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ വാല്യൂ 100 ജൂളാണ്. Then the heat given to the gas, അപ്പോൾ heat given is equal to ഐസോബാറിക് എക്സ്പാൻഷൻ ആകുമ്പോൾ അത് NCP ഡെൽറ്റ ടി വരും. അപ്പോൾ NCP ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ N ഇൻറ്റു 7/2 R ഡെൽറ്റ ടി വരും. അപ്പോൾ ഇവിടെ 7 ഇൻറ്റു 7/2 ഇൻറ്റു ദിസ് ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു NR ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ 7/2 ഇൻറ്റു NR ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ 100. അപ്പോൾ ഇവിടെ 7 ഇൻറ്റു 50, 350 ജൂൾ. ഇപ്പോൾ ഹീറ്റ് ഗിവൺ, ഓക്കെ, ഹീറ്റ് ഗിവൺ Q ഈസ് ഈക്വൽ ടു, സോ 350 ജൂൾ വരും. ഹീറ്റ് ഗിവൺ ഈസ് ഈക്വൽ ടു 350. അപ്പോൾ അതിൻ്റെ ആൻസർ 350 വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 50, അതിൻ്റെ ആൻസർ 350 വരും. സോ 350 ജൂൾ ആണ് ഹീറ്റ് ഗിവൺ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 50, അതിൻ്റെ ആൻസർ 350 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് ഫോർ ടൈം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.